രണ്ടാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. യേശു ക്രിസ്തു നമ്മെ ക്രൂശിൽ രക്ഷിച്ചു. തുടർന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു. കഴിഞ്ഞ ആഴ്ചയിനെടുത്ത് തന്നെയാണ് ആവർത്തിക്കുക. കാര്യം കഴിഞ്ഞ ആഴ്ച വരാത്തവരും ശ്രദ്ധിക്കാത്തവരുമായവർക്ക് ആ ലിങ്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എൻ്റെ 10 മിനിറ്റ് പോക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ ആ 10 മിനിറ്റ് ഞാൻ സേവ് ചെയ്താൽ, ഇത് പറയാതിരുന്നാൽ 1000 പേർക്ക് പറയുന്ന മുഴുവനും കിട്ടാതെ പോകും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് 1 എന്നെ വീണ്ടും ജനനത്തിലേക്ക് നടത്തി. ആത്മാവ് എന്നെ രക്ഷിച്ചു. 2 എൻ്റെ കൂടെ നടക്കുന്ന ആത്മാവിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മിപ്പിച്ച് ആത്മാവിനാൽ സകല സത്യത്തിലും നടത്തും. ആവർത്തിച്ച് പറയട്ടെ, ആത്മാവ് കൂടെ നടക്കാത്ത ഒരാളിന് രക്ഷിക്കപ്പെട്ടു വളരെ കറക്റ്റാണ്. പക്ഷേ ആത്മാവിൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ, എൻ്റെ കൂടെ ആത്മാവ് നടക്കുന്നില്ലെങ്കിൽ, വേറൊരു ഭാഷയിൽ ഞാൻ ആത്മാവിനോട് ചേർന്ന് നടക്കുന്നില്ല എങ്കിൽ ചില്ലറ സത്യങ്ങളിൽ നിന്നുപോകും. ആത്മാവിനോടുകൂടെ നടക്കുന്നെങ്കിൽ സകല സത്യത്തിലും നടത്തും. സഭയെ ക്രിസ്തുവിന് അനുരൂപമായി പരിശുദ്ധാത്മാവ് ഒരുക്കും. ഒടുവിൽ സഭയുമായി പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് കരേറിപ്പോകും. തുടർന്ന് രക്ഷയുടെയും രൂപാന്തരത്തിൻ്റെയും സാധ്യതകൾ കുറയും. മഹോദ്രവം എന്ന് നമ്മൾ പറയുന്ന അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന പടിവാതിക്കൽ നിൽക്കുക. നമ്മൾ അവിടം വരെ 66,000 വർഷത്തിൻ്റെ ചരിത്രം കഴിയാൻ തുടങ്ങുന്നു. നമ്മൾ മഹോദ്രവ കാലത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. ആ കാലത്ത് തുടർന്ന് രക്ഷയുടെയും രൂപാന്തരത്തിൻ്റെയും സാധ്യതകൾ കുറയും. മഹോദ്രവ കാലത്തും വിശുദ്ധന്മാരുണ്ടായിരിക്കും, പക്ഷേ അത് വളരെ പ്രയാസമായിരിക്കുമെന്ന് മറക്കരുത്. എനിക്ക് തോന്നുന്നു ഇന്നേക്കൊരു 25ഓളം വർഷങ്ങൾക്ക് പുറകിൽ പണ്ടൊരിക്കൽ ഞാൻ ഇതുപോലൊരു മെസ്സേജ് ഇവിടുന്ന് പറഞ്ഞേച്ച് ആ മെസ്സേജിനകത്തൊരു വാചകം ഞാൻ പറഞ്ഞിരുന്നു. ഒത്തിരി പേര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് വേർഷൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അന്നത്തെ കാര്യമായി ഇന്നല്ല. റെക്കോർഡഡ് വേർഷൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം. മഹോദ്രവം തുടങ്ങിയാൽ അന്ത്യക്രിസ്തു കൊണ്ടുപോകുക, ഇത് സൂക്ഷിച്ച് വെച്ച് കേട്ടോണം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ ആദ്യം പിടിക്കാൻ വരുന്നത് ഇതുപോലുള്ള മെസ്സേജസ് ആയിരിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു കളയാൻ പിശാചും കയ്യിൽ നിന്ന് എടുത്തു കളവാൻ സാത്താനും ശ്രമിക്കും. പക്ഷേ മഹോദ്രവകാലത്തും വിശുദ്ധന്മാർ ഉണ്ടായിരിക്കും, പക്ഷേ അത് വളരെ കുറവായിരിക്കും. റാപ്ചർ അല്ലെങ്കിൽ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. 1 തെസ്സലോനിക്കർ 4:16-17 ഭാഗങ്ങളിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് റാപ്ചറിനെ കുറിക്കുന്ന പദമാണ്. ഇനി തുടർന്ന് 1-2 ആശയങ്ങളിലേക്ക് കടക്കാൻ പോകുകയാണ്. കാത്തിരിക്കുന്നവരാണ് ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുന്നത്. കാത്തിരിക്കുന്നവർ എന്നതിന് ഈഗർലി വെയിറ്റിംഗ് എന്ന പദമാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് തമാശയായി തോന്നും, ഒരുപാട് പേർക്ക് ഇത് ആവർത്തനമായി തോന്നും, വിരസതയായി തോന്നും. ഇതിനേക്കാൾ വേറെ നല്ല പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നവർ കാണും. എന്നാൽ ചിലരുണ്ട്, പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ, ആത്മാവ് ഹൃദയത്തിലും കൂടെയും നടക്കുന്നവർ, അവരുടെ മേലാത്മാവ് പകരപ്പെട്ടവർ, അവർ ഈഗർലി വെയിറ്റിംഗ്, പരിശുദ്ധാത്മാവിന് വേണ്ടി ജാഗ്രതയോടെ, ക്രിസ്തുവിന് വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. ഗൗരവമുള്ള ഡ്രാസ്റ്റിക് കോൺട്രാസ്റ്റിലേക്ക് വരാൻ പോകുകയാണ്. ഒരു വിഭാഗം ആളുകൾ ജാഗ്രതയോടെ ആത്മാർത്ഥമായി ഈഗർലി വെയിറ്റിംഗ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക. അതേ സമയത്ത് സഭയ്ക്കകത്ത് അന്ത്യകാലത്ത് ചില അടയാളങ്ങൾ ഭൂമിയിൽ നടക്കും. ആ അടയാളങ്ങളിലൊന്ന് ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വീണു പോകുക. ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്യും എന്ന് ഉഭയസമ്മതം ചെയ്തവർ ഉഭയസമ്മതത്തിൽ നിന്നും പിന്മാറുക. പല വിവാഹങ്ങൾ നടക്കുമ്പോൾ, ഞാൻ പൊതുവേ അത് പറയാറില്ല, പല വിവാഹങ്ങൾ നടക്കുമ്പോൾ ഈ സ്ത്രീ പുരുഷന്മാരെ 2 പേരെയും കൂടെ, മോനെയും മോളെയും കൂടി ഇങ്ങോട്ട് വിളിച്ച് 2 പേരുടെ കൈ പിടിപ്പിച്ച് ഈ വ്യവസ്ഥയിലേക്ക് ഇറക്കുന്നതിന് തൊട്ട് മുമ്പേ നടത്തുന്ന കർമാതാവ് അല്ലെങ്കിൽ നടത്തുന്ന വ്യക്തി പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞെ ഒന്നുകൂടെ ആലോചിച്ച് ഈ തീരുമാനത്തിലോട്ട് വരാവും, പുറകോട്ട് പോകല്ലേ. ഞാൻ പറയുന്നില്ലെങ്കിലും ആരും പുറകോട്ട് പോകത്തില്ലെന്നുള്ള ധൈര്യത്തിൽ നടത്തി. ഇന്ന് എൻ്റെ ധൈര്യവും പോയി. ഓക്കെ, ഞാൻ അങ്ങ് മാറിയേക്കാം. ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞ ശേഷം, വിവാഹപ്രതിജ്ഞയിൽ കൈ കൊടുത്ത ശേഷം പുറകോട്ട് പോയാൽ അത് വിവാഹപ്രതിജ്ഞയിൽ കൈ കൊടുക്കുന്നതിന് മുൻപേ മാറുന്നതിനേക്കാൾ ഗൗരവതരമാണ്. അങ്ങനെ ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നത് ഏറ്റവും പാപകരമായ കാര്യമാണ്. ഒരു കൂട്ടം ആളുകൾ ഈഗർലി വെയിറ്റിംഗ്, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, വേറൊരു കൂട്ടം ആളുകൾ വരവ് താമസിക്കുന്നു എന്ന കാരണത്താലും പല കാരണങ്ങളാൽ ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങും. ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്.
ഫോൾസ് പ്രോഫറ്റ്സ്, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് വേണ്ടി കള്ളപ്രവാചകന്മാരെഴുന്നേൽക്കും. ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, തിരുവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ദൈവം പറഞ്ഞു എന്ന് പറയുന്ന ഫോൾസ് പ്രോഫറ്റ്സ് എഴുന്നേറ്റ് വരും. ഫോൾ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവാണ്, ഇപ്പം കിട്ടിയ വെളിപ്പാടാന്ന് പറയുന്നവരെ ഒരു പടി മേളിലാണ് മറ്റേത്, ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരുന്ന കള്ളക്രിസ്തുക്കൾ എഴുന്നേക്കും. സൈറ്റനിസം ലോകത്തിൽ മുഴുവനും വ്യാപരിക്കും. സാത്താനെ ആരാധിക്കുന്നത്, ഞാൻ ഇന്ന് ഉദാഹരണങ്ങളിലേക്ക് കടക്കും, സാത്താനെ ആരാധിക്കുന്നതോ പ്രസാദിപ്പിക്കുന്നതോ, ആരാധിക്കുന്ന പദം തന്നെ പോരാ, പ്രസാദിപ്പിക്കുന്നവരോ ആയ ഒരുപാട് പേര് ആളുകൾ വരും. റെബലിയസ് ജനറേഷൻ, പറഞ്ഞ കേൾക്കാത്തൊരു തലമുറ എഴുന്നേറ്റ് വരും. മെറ്റീരിയലിസം, ലോക ജഡമയത്വത്തിലേക്ക് ആളുകൾ മാറിപ്പോകും. വേൾഡ്നെസ്, ലോക ജഡമയത്വത്തിലേക്ക് മാറുകയും ലവ് ഓഫ് ദ വേൾഡ്, ലോക സ്നേഹികളായി ആളുകൾ പരിണമിക്കുകയും ചെയ്യും. ഫിയർ ഓഫ് മാൻ ആൻഡ് ദെർ വോണ്ട് ബി എനി ഫിയർ ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ട് മനുഷ്യരെക്കുറിച്ചുള്ള ഭയം മാത്രം ആളുകൾക്കാകും. വല്ലവരും കണ്ടാൽ എന്തോ ചെയ്യും, ഇന്നവനെ അറിഞ്ഞാൽ എന്തോ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഭയമാണ് വലുത്. ദൈവം കാണുന്നല്ലോ എന്നുള്ള ചിന്ത അങ്ങ് മാറിപ്പോകുന്നതായി കാണാം. സെക്ഷൽ ഇമ്മോറാലിറ്റി, ഞാൻ കുറേ കാര്യങ്ങളുണ്ട്, ഓരോന്നോരോന്ന് എടുക്കാൻ ഒക്കത്തില്ല, പല പ്രാവശ്യങ്ങളിലായി എടുത്തിട്ടുള്ളതായതുകൊണ്ട് ഇനി ഞാൻ ആവർത്തിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇച്ചിങ് ഗോസ്പൽ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. കർണരസമാകുമാറ്, കേട്ടുകൊണ്ടിരിക്കാൻ തമാശ ഉള്ളതുപോലെ. അവന് ജീവിത വിശുദ്ധി കാണത്തില്ല, ഉപദേശ വിശുദ്ധി കാണത്തില്ല, അവന് ഒന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ല, കഴമ്പുള്ള കാര്യമല്ല, പക്ഷെങ്കിൽ കേൾക്കാൻ നല്ല രസമുള്ളതാണ്. എൻ്റെ കയ്യിൽ പണ്ടൊരിക്കൽ ഇടിമുഴക്കങ്ങൾ എന്നു പേരുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. 1960കളുടെ അവസാനം എൻ്റെ കിട്ടിയതാണ്. ഒരു 4-5 വർഷം ആ പുസ്തകം എൻ്റെ ഉണ്ടായിരുന്നു. ഇടിമുഴക്കങ്ങൾ, എനിക്കൊന്നുകൊണ്ട് 80ഓളം പേജുള്ള ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ചാൽ താത്തു വെക്കാൻ തോന്നത്തില്ല, ഭയങ്കര രസമുള്ള വാചകങ്ങളെ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഒന്നും മനസ്സിലാക്കാൻ ഇതിനകത്തില്ല, കഴമ്പില്ല, ചുമ്മാ കുറേ വാചകധോരണി മാത്രം, അല്ല ഒന്നുമില്ല, വേറൊന്നും ഇല്ല അതിനകത്ത്, വേറൊന്നുമില്ല. ഇടിമുഴക്കങ്ങൾ, ഇടിവെട്ടലില്ല, മുഴക്കമേ ഉള്ളൂ, വേറൊന്നും അതിനകത്തില്ല. ഞാനൊരു 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ വെച്ചിട്ട് ഇതിൻ്റെ സമ്മറി എന്നതാ, ഒന്നുമില്ല. ഇതിങ്ങനെ അങ്ങ് പോകുക. ഓക്കെ, അവിടെ ഇവിടെ കോട്ട് ചെയ്യാൻ കൊള്ളാവുന്ന ചില പദങ്ങൾ കണ്ടേക്കാം, ഇല്ലെന്നല്ല. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പദത്തിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. ഇങ്ങനെ ഇച്ചിങ് ഗോസ്പൽ ചുമ്മാ അത് പറയുന്നവരുണ്ട്. ഞാൻ മുന്നോട്ടങ്ങ് പൊയ്ക്കോട്ടെ. അന്ത്യകാല അടയാളങ്ങളിൽ 3-ാമത്തേതായി, കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴിച്ചു കളയുവാൻ സാത്താൻ്റെ തീയമ്പുകളാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എഴുന്നേക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തൊടുമെന്ന്. പിശാചിൻ്റെ തീയമ്പുകളെക്കുറിച്ച് ആദ്യം ഇവിടെ പറഞ്ഞപ്പോൾ ഈ ഹമാസ് യുദ്ധമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ യുദ്ധത്തെക്കുറിച്ച് പറയാൻ വരികയല്ല. ഹമാസ് ഉപയോഗിക്കുന്ന ചില റോക്കറ്റുകൾ, ആരംഭത്തിങ്കിൽ 1 മാസത്തിന് മുമ്പേ ഉപയോഗിച്ച ചില റോക്കറ്റുകൾ ഇസ്രയേലിനെ മുഴുവനും തടയാൻ കഴിഞ്ഞില്ല. കാരണം ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഇതിൻ്റെ പ്രതിരോധ റോക്കറ്റുകൾക്ക് ഭയങ്കര വിലയുള്ളതാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നരെ കൊല്ലണമെന്നോ ഇന്ന ദ്രോഹം ചെയ്യണമെന്നോ ഇല്ല, എന്നേലും കാണിച്ചാൽ മതി. അതിനുവേണ്ടി ചുമ്മാ കുറേ തീയമ്പുകൾ അയച്ചു. അതിന് തീരെ വിലക്കുറവാണ്, അതുകൊണ്ട് അവർക്കത് അഫോർഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറയുകയും ചെയ്തു, സഭയ്ക്കകത്തും ഇതുപോലെ തീയമ്പുകൾ വരുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവന് പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. അവിടെ കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിയാൽ മതി, നാളെ 4 പേര് വേണ്ടി ഇന്നാരെയാ ചൂണ്ടിയെന്ന് പറയും. ചുമ്മാതെയാണ്. അവളുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചൂണ്ടിക്കഴിഞ്ഞാൽ നാളെ പറഞ്ഞിട്ട് ഇവളെയാ ചൂണ്ടിയെന്ന് പറയും. ചുമ്മാതെയാണ്. കാര്യം പിശാചിന് എവിടെയെങ്കിലും ഒരു വിപ്ലവം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ, അതിൽ കവിഞ്ഞ് ഒരു കാര്യവുമില്ല. പിശാചിൻ്റെ തീയമ്പുകളെ അവൻ അയച്ചുകൊണ്ടിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, ദുരുപദേശങ്ങൾ, ജഡമയത്വങ്ങൾ പലതും സഭയ്ക്കകത്തേക്ക് കയറും. ആ കാര്യം മറക്കരുത്. അന്ത്യകാല ലക്ഷണങ്ങളിൽ 3-ാമത്തേതായിട്ട് ഞാൻ അതിനാൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും, അത് ചതിവിനാൽ സംഭവിക്കും എന്നിന്ന് കൂട്ടിച്ചേർക്കട്ടെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. വിശ്വാസത്തിൽ, സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ നിങ്ങളെ തൊടാൻ പിശാചിന് കഴിയത്തില്ല, അടുക്കാനൊക്കത്തില്ല. എന്നാൽ എങ്ങനെയാണ് നാം നാശത്തിലേക്ക് പോകുന്നത്? വിശ്വാസത്യാഗം സംഭവിച്ചാൽ പിശാചിന് കയറുവാനുള്ള ഡോറുകൾ ഓപ്പണായി. അതിനെ തുടർന്ന് അധർമ്മമൂർത്തിയായവൻ, അധർമ്മങ്ങൾ ഓരോന്നോരോന്ന്, ധർമ്മരഹിതമായത് ഓരോന്നോരോന്നകത്ത് കടന്ന് ഒടുവിൽ അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെട്ടു വരും. പുറപ്പാട് പുസ്തകം 32:5 ഞാൻ ഒരു ഉദാഹരണം എടുത്തിരുന്നു. ഇന്ന് ഒറ്റ പദമേ ചേർക്കുന്നുള്ളത് ചതിവിനാലാണെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുത്ത ഒരു ഉദാഹരണമാണ്. പുറപ്പാട് പുസ്തകം 32:5 അഹരോൻ അത് കണ്ടാറേ അതിൻ്റെ മുൻപാകെ ഒരു യാഗപീഠം പണിതു. ഏതിൻ്റെ പുറകെ?
മിസ്രയീമിൽ നിന്ന് ജനമിറങ്ങി വരുമ്പോൾ മിസ്രയീമിൽ ആരാധിച്ചിരുന്ന പ്രധാന ദൈവങ്ങളിലൊന്ന്, മിസ്രയീം ബഹുദൈവ വിശ്വാസികളാണ്, അവിടെ ആരാധിച്ചു വന്നതിലെ പ്രധാന ദൈവങ്ങളിലൊന്ന് കാളയാണ്. ജനം മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നമേ ദൈവം അവരെ ചോരത്തെളിയാലും പെസഹയാലും വീണ്ടെടുത്തു. എല്ലാ ഇസ്രയേലിനും മനസ്സിലായി, ഞങ്ങളുടെ രക്ഷ കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ്. ചോരത്തെളിയും പെസഹായും എന്നാണ് അതിനെ വിളിക്കുന്നത്. വേർപാട്, വിശുദ്ധി എല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അതിനെ പെസഹ എന്ന് വിളിക്കുന്നത്. അന്ന് ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാൽ രണ്ടിൻ്റെ മേലും കുറിമ്പടി മേലും പുരട്ടി ആ വീട്ടിൽ സംഹാരകൻ കയറാതെ സൂക്ഷിച്ചതിനാൽ നമ്മുടെ വിടുതൽ ഈ ജാതികളുടെ അല്ല. കാര്യം ഇവിടുത്തെ കാളയെ സേവിക്കുന്നവരെ മുഴുവനും ആദ്യജാതന്മാരെ നിർമൂലനം ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുവാൻ വേണ്ടി അവരെ ചോരത്തെളിയാലും പെസഹയാലും വീണ്ടെടുത്തു. 2, അവരെ നടത്തിക്കൊണ്ടുവന്ന ചെങ്കടൽ കടത്തി. ചെങ്കടൽ സ്നാനത്തിനൊരു മുൻകുറിയാണ് എന്ന് തിരുവചനം എടുത്തു പറയുന്നു. അവരെ ചെങ്കടലിലൂടെ നടത്തി. ഇവിടെ ഒരു ചെറിയ ആർഗ്യുമെൻ്റ് ഉണ്ട്. കാര്യം ഈ ശിശുസ്നാനത്തിൽ വിശ്വസിക്കുന്നവർ പറയാറുണ്ട്, ചെങ്കടലിൽ ഇറങ്ങിയ കൂട്ടത്തിൽ ചെറിയവരും വലിയവരും ഉണ്ടായിരുന്നു. ഗർഭത്തിൽ ഉള്ള ശിശു മുതൽ അന്ന് ജനിച്ച ശിശു ചേർത്ത് പ്രായവ്യത്യാസമില്ലാതെ വലിയവരും ചെറിയവരും എല്ലാവരും വെള്ളത്തിലൂടെ ഇറങ്ങി കയറിയതാണല്ലോ. അപ്പോൾ സ്നാനം പ്രായവ്യത്യാസമില്ലാതെ കൊടുക്കാമെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾക്കറിയാമോ, അതിലെ എണ്ണപ്പെട്ടവർ 20 വയസ്സിന് മേളിലുള്ളത് മാത്രമേ ഉള്ളൂ. 6 ലക്ഷം ജനമാണ് അന്ന് കടന്നത്. കർത്താവ് പറഞ്ഞു, ഈ ഗർഭത്തിൽ പിള്ള മുതൽ ഇങ്ങോട്ട് ചെറുതിനെയൊക്കെ കൊണ്ടുവന്നതിനെ ഒന്ന് എണ്ണണ്ട, വിട്ടേക്ക്, അവർക്ക് വേറെ അവസരം കൊടുക്കാം. തൽക്കാലം എൻ്റെ കൂടെ രക്ഷപ്പെട്ട് കയറിയതായി കണക്ക് കൂട്ടുന്നത് 20 മുതൽ മേളിലോട്ടുള്ളതേ ഉള്ളൂ. മറ്റതിനെ ചുമ്മാ കൊണ്ടുവന്നതാണ്, നിങ്ങളുടെ അവകയാ, നിങ്ങൾ കൊണ്ടുവന്നു, ഞാനും അതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ചെങ്കടലിലൂടെ കടത്തി. കഴിഞ്ഞുടനെ അവർ തപ്പ് കയ്യിലെടുത്ത് ആരാധിക്കാൻ തുടങ്ങി. മേഘം അവർക്ക് മീതെ പ്രത്യക്ഷപ്പെട്ടു. വേറൊരു ഭാഷയിൽ ആത്മാവിൻ്റെ ആരാധന. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ, മിസ്രയീമിൽ നിന്നിറങ്ങുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു കുഞ്ഞാടിൻ്റെ രക്തത്താൽ. 2, അവർ ചെങ്കടലിൽ കടന്നത് മുഖേന സ്നാനപ്പെട്ടു. 3, അവർ ആത്മാവിൽ ആരാധിച്ചു. ഈ അനുഭവമുള്ള ജനത്തിൻ്റെ മുമ്പിൽ മോശ തൽക്കാലത്തേക്കൊന്ന് മാറിയതോടെ ജനം ചേർന്ന് പറഞ്ഞു, മോശ പോയി, ഞങ്ങളെ നടത്തുന്ന ദൈവത്തെ കാണുന്നില്ല. അവർ മോശയെ ദൈവമായി തെറ്റിദ്ധരിച്ചു. എൻ്റെ അടുക്കൽ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണെങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നുകൂടെ സൂക്ഷിക്കണേ. കാര്യം ഞാനല്ല ദൈവം, ദൈവം വേറെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കാനാണ് സഭ ഇരിക്കുന്നത്. അത് എൻ്റെ കടമയല്ല, അതെൻ്റെ കടമയാണ്, നിങ്ങളുടെയും കടമയാണ്. നിങ്ങൾ നേരെ നോക്കണം. എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നാൽ ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചെന്ന് വരും, ഇല്ലെന്നല്ല. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ദൈവത്തെങ്കിൽ എന്ന് മാറരുത്. ദൈവമാണ് വലിയവൻ എന്ന് മറക്കരുത്. ആ ദൈവത്തിൻ്റെ പ്രമാണത്തിലുള്ളതാണ് ശുശ്രൂഷകന്മാർ പ്രാർത്ഥിക്കുന്നതും ചെയ്യും. എന്നാൽ നിങ്ങൾ ഡയറക്റ്റായി ദൈവത്തെ കാണണം. മോശയെ മിസ് ചെയ്ത സാഹചര്യത്തിൽ ജനം ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. അഹരോൻ ആദ്യത്തെ പുരോഹിതനാണ്, നിത്യപൗരോഹിത്യം ഏറ്റുവാങ്ങിയ ആളാണ്. ആദ്യത്തെ പുരോഹിതനായ അഹരോൻ ആദ്യത്തെ സ്തോത്രകാഴ്ച പിരിച്ചു. മിസ്രയീമിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാതുകളിലെ കുണുക്കുകൾ ഇനി കൊണ്ടുപോവാ, അതുകൊണ്ട് ഞാനൊരു ദൈവത്തെ ഉണ്ടാക്കാം. അങ്ങനെ കൃത്രിമമായി ഒരു ദൈവത്തെ ഉണ്ടാക്കാനുള്ള വസ്തു അവരുടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പദം ഇവിടെ എടുത്ത് ചേർത്ത് പറയാൻ പോവാണ്, ദയവായി എന്നോട് ക്ഷമിക്കണം. ഞാൻ മിസ്രയീമി ചരിത്രത്തെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും പഠിച്ചതും വായിച്ചതും 78 വയസ്സിലാണ് ഞാനിപ്പോൾ നടക്കുന്നത്. എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ആക്റ്റീവ് ക്രിസ്ത്യൻ ഫ്രണ്ടിലാണ്. ഞാനിതുവരെ കേട്ടതനുസരിച്ച് അവരവർ സേവിക്കുന്ന ഡൈറ്റിയുടെ രൂപമാണ് കാതിലെ കുണുക്കളായി സകല ജാതികളും ആരാധിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒന്ന് സൂര്യൻ്റെ രൂപമായിരിക്കും, അല്ലെ ചന്ദ്രൻ്റെ രൂപമായിരിക്കും, അങ്ങനെയൊക്കെ വരുന്ന ഒന്നാണ്. നിങ്ങളുടെ കാതുകളിലെ കുണുക്കുകൾ പറിച്ചിഞ്ഞ് കൊണ്ടുപോയി. ഇത് നിങ്ങൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, നിങ്ങൾ അവിടെ സേവിച്ചിരുന്ന നിങ്ങളുടെ ദൈവങ്ങളുടെ രൂപമാണ്, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അവരുടെ കാതുകളിലെ കുണുക്കുകൾ പറിച്ചു കൊണ്ടുവന്ന് അഹരോൻ്റെ കയ്യിൽ കൊടുത്തു. അഹരോൻ ഇത് തീയിലിട്ട് വാച്ചുളി കൊണ്ട് ചെത്തി ഒരു കാളെ ഉണ്ടാക്കി വെച്ചു, കൊണ്ട് നിർത്തി വെച്ച് പറഞ്ഞു, നിൽക്കുന്നു, മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ദൈവമാണ്. നാളെ യഹോവയ്ക്ക് നമ്മളൊരു യാഗം കഴിക്കും. കൊണ്ട് വെച്ചിരിക്കുന്നത് കാളയാണ്. എന്നിട്ട് പറയും, യഹോവയ്ക്ക് നമ്മൾ യാഗം കഴിക്കുകയാണ്. ഇവിടെയാണ് ചതിവിനാൽ ജനത്തെ തെറ്റിക്കുന്നത്. ചതിവിനാൽ യഹോവയുടെ പേര് പറഞ്ഞുകൊണ്ട് കാളയെ ആരാധിക്കുവാൻ ജനത്തെ പ്രേരിപ്പിച്ചു. എന്നോടൊരാൾ പറഞ്ഞായിരുന്നു, പാസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്നതിനകത്ത് എനിക്കൊരു താല്പര്യക്കുറവ്. എൻ്റെ പൊന്നുകുഞ്ഞെ, ഞാനിത് പറഞ്ഞില്ല പിന്നെ ആര് പറയും? നിങ്ങൾ നരകത്തിൽ ചെന്ന് കിടക്കുന്നത് കാണുന്ന എനിക്ക് വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും തുറന്ന് പറയുന്നത്. ഇനി ഞാൻ മുന്നോട്ട് വരാം. അതിനകത്ത് എന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ട്, ദയവായി ക്ഷമിച്ചേക്ക്. നിങ്ങളുടെ കാര്യമല്ല, നരകത്തിൽ പോകുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ കൂടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അഹരോൻ ഈ കാളക്കുട്ടിയെ കണ്ടേച്ചു പറഞ്ഞു, നാളെ യഹോവയ്ക്കൊരു യാഗം കഴിക്കുകയാണ്, പേര് പറയുന്നത് യഹോവയുടേതാണെങ്കിലും യാഗം വേറൊന്ന്. എനിക്കറിയാം ചില ആരാധനകളിൽ ക്രമം താളം തെറ്റിത്തുടങ്ങുമ്പോൾ, ഞാനും പറഞ്ഞിട്ടുണ്ട്, ജനത്തെ ഇങ്ങനെ കെട്ടഴിച്ചു വിടാൻ കാര്യം എന്തുവാ, ഒന്നുകിൽ വിശുദ്ധി വേർപാടെന്നത് പ്രസംഗം നിർത്ത് എന്നിട്ടൊരു ക്ലബ്ബായിട്ട് കൊണ്ടുപോകും, ഇല്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധിയും വേർപാടും പ്രസംഗിച്ചുകൊണ്ട് ദൈവസഭയായി കൊണ്ടുപോകും. രണ്ടിലൊന്നായിരുന്നു നല്ലത് എന്ന് ഞാൻ എടുത്തു പറയാറുണ്ട്. യഹോവയുടെ പേര് പറഞ്ഞ് കാളക്കുട്ടിയെ നമസ്കരിച്ചു. വ്യാജമായ വിശ്വാസത്യാഗം ചതിവിനാൽ സംഭവിക്കുന്നത്. നല്ല ഉദാഹരണങ്ങൾ 1-2 നമ്മൾ എടുത്തായിരുന്നു. മനശ്ശയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. മനശ്ശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. ആകാശ സൈന്യങ്ങളുടെ ലക്ഷണങ്ങളും വീണുപോയ ദൂതന്മാർ മനുഷ്യൻ്റെ ഇടയിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളും പല പ്രാവശ്യം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഇത് തന്നെ പഴയ നിയമത്തിൽ ഒരു ഭാഗികമായ അർത്ഥത്തിൽ അവൻ ആകാശത്തിലെ സകല സൈന്യത്തെയും രക്ഷിച്ച് സൂക്ഷിച്ചു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് എടുത്തു പറയുവാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ സ്ലൈഡ് ഞാൻ ചേർക്കത്തില്ലായിരുന്നു. എടുത്തു പറയുവാൻ എന്നോട് സംസാരിച്ചത് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ തലമുറയും അവരുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കണം. എൻ്റെ അപ്പനെ ദൈവം വിളിച്ചതാണ്, പക്ഷേ എൻ്റെ തലമുറയിൽ അത് ഉറപ്പാക്കുന്നത് എനിക്ക് ആവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയ് ദാനിയലാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് കിണർ പൊങ്ങി വരാൻ വേണ്ടി ശൂരന്മാർ കുഴിച്ച, പ്രഭുക്കന്മാർ അവരുടെ രാജദണ്ണുകൊണ്ട് കുഴിച്ച കിണറുകൾ പൊങ്ങി വരുവാൻ പാടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, പൂയപ്പള്ളിക്കാരനൊരു അച്ഛൻ പണ്ട് മാർത്തോമപ്പള്ളിയിൽ ഈ പാട്ട് പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ ഒരു വാചകം കൂടെ ചേർത്ത് പറയുക. ജലക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരെണ്ണം മലമ്പ്രദേശത്താണ്, ഇടനാട്ടിൽ തന്നെ ഒരെണ്ണം മലമ്പ്രദേശത്ത് താമസിക്കുന്നത് കൊണ്ട് വറവ് കാലമാകുമ്പോൾ ഞങ്ങളുടെ കിണറുകൾ പതുക്കെ താഴുന്ന പതിവുണ്ട്, പറ്റാൻ തുടങ്ങുന്ന പതിവുണ്ട്. കിണർ പറ്റാൻ തുടങ്ങുമ്പോൾ എൻ്റെ അപ്പൻ അവിടെ ഉണ്ടെങ്കിൽ അപ്പച്ചൻ കിണറിൻ്റെ അടുക്കൽ മക്കളെ കൂടെ വിളിച്ച് നിർത്തി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ പാട്ട് പാടുന്നു, ഞാൻ എൻ്റെ കിണറെ നീ പൊങ്ങിവാ. അത്ഭുതങ്ങളിൽ അത്ഭുതം. കിണറിനകത്ത് വെള്ളം വർദ്ധിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 1, 2, 3 വർഷമല്ല, പല വർഷം. പക്ഷേ വിശ്വാസത്തിൻ്റെ പരിധിയിൽ എൻ്റെ അപ്പൻ വന്നതിനേക്കാൾ ഒരു പടി മുന്നോട്ട് പോകണമെന്ന് തോന്നിയതിനാൽ ദൈവത്തിൻ്റെ വചനമനുസരിപ്പാൻ കർത്താവ് എനിക്കിടയാക്കി. മനസ്സിലാകുന്നുണ്ടോ? ചില ഏരിയകളിൽ മാത്രമായതുകൊണ്ടായില്ല നാം മുൻപിലേക്ക് വന്നേ മതിയാകുള്ളൂ. നാം ദൈവത്തെ സേവിക്കേണ്ടതിന് ആത്മാവിൽ ഓരോ തലമുറയും തങ്ങളുടെ മേലുള്ള വിളിയെ ഉറപ്പാക്കിയേ മതിയാകുള്ളൂ. അങ്ങനെ തലമുറകൾ ഉറപ്പാക്കണം. ഹിസ്കിയാവിൻ്റെ മകനായി ജനിച്ചവന്, മനശ്ശയുടെ ഒരുപാട് യോഗ്യതകളാണ്. ഹിസ്കിയാവിൻ്റെ മകനായി ജനിച്ചവന് ദൈവിക സംസ്കാരം കണ്ടു വളർന്നവൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബേഥേലിൽ ജനിച്ച് ബേഥേലിൻ്റെ സംസ്കാരം കേട്ടും കണ്ടും പഠിച്ച് ദൈവപ്രവൃത്തി കേട്ട് കണ്ട് അനുഭവിച്ചവർ. ഇവൻ 12ാമത്തെ വയസ്സിൽ രാജ്യത്വം ലഭിച്ചവനാണ്. എൻ്റെ അടുക്കൽ പലരും വന്ന് പറയാറുണ്ട്, കുഞ്ഞ് 1 വയസ്സേ ഉള്ളൂ, 2 വയസ്സേ ആയുള്ളൂ, ഇപ്പോഴേ പാട്ട് പാടുമ്പോൾ കൈയടിക്കും, ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും. നല്ല കാര്യമാണ്. ഞാൻ കുഞ്ഞിനെ ദൈവം അങ്ങനെ തന്നെ കൊണ്ടുവരട്ടെന്ന് അനുഗ്രഹിക്കുമെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു സൈഡ് വരെ ഒരു 10-14 വയസ്സാകുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ നല്ലതായിരുന്നെന്ന്. കാര്യം ഇത് പെശകുന്ന ഒരു പ്രായമുണ്ട്. സാഹചര്യങ്ങളോട് അടുക്കുമ്പോഴാണ് പലതും പെശകുന്നത്. ഒരുപാടെണ്ണത്തെ കണ്ടതുകൊണ്ട് അങ്ങനെ തോന്നിപ്പോയതാണ്. അത് വരാതെ അവരവരുടെ തലമുറയിൽ പ്രതിഷ്ഠയും തീരുമാനവും പുതുക്കുന്നവർക്കായി സ്തോത്രം. സ്വാധീനതയുള്ളവനായിരുന്നു മനശ്ശ. എന്നാൽ ലോവർ പവർ, ആകാശ ശക്തികൾ അവനെ വശീകരിച്ചു. എന്നെയും നിങ്ങളെയും ഇത് വശീകരിക്കാതെ സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. കീപ്പ് അപ്പ് ദ കോളിംഗ് ഓർ ദ ഒറിജിനൽ എസ്റ്റേറ്റ്. ഇത് വളരെ ഗൗരവമായി ഓർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇന്നലെ വൈകിട്ട് ഏറെക്കുറെ മെസ്സേജ് മുഴുവൻ പ്രിപ്പയർ ചെയ്തു. എങ്കിലും കമ്പ്യൂട്ടർ ഇങ്ങോട്ട് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ രാവിലെ ആകട്ടെ, കാര്യം മെസ്സേജ് ഇൻകംപ്ലീറ്റ് ആണെന്ന് എൻ്റെ അകത്ത് എങ്ങോണ്ടൊരു തോന്നലുണ്ടായിരുന്നു. രാത്രിയിൽ എപ്പോഴേലും ദൈവം ഇടപെടും. ഈ ഒറ്റ സ്ലൈഡേ ചേർത്തുള്ളൂ, അതിരാവിലെ എഴുന്നേറ്റ് ചേർത്തതാണ്. കാര്യം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ ഗൗരവമായി ഇടപെട്ടു. 2 പത്രോസ് 1:10 സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നമ്മുടെ സാധാരണ ശ്രമം പോരാ, കാലം അന്ത്യമാകുന്നുവെന്ന് കാണുന്തോറും അധികം ശ്രമിക്കണം. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അഭക്തരായ ചില മനുഷ്യർ നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു വന്നിരിക്കുന്നു. എല്ലാവരും കാണത്തക്ക പോലെയല്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇതേ കാര്യമുണ്ട്. ദുരുപദേശക്കാർ ഒരിക്കലും ഡയറക്റ്റ് അല്ല വരുന്നത്, ഇൻഡയറക്റ്റ് ആയിരിക്കും വരുന്നത്. യൂദായിൽ ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അഭക്തരായ ചില മനുഷ്യർ നിങ്ങളുടെ നടുവിലേക്ക് നുഴഞ്ഞു വന്നിരിക്കുന്നു.
വളരെ ഇൻവിസിബിളായിട്ട് ഡിസ്ഗൈസ് ചെയ്തുകൊണ്ട് അവർ വേഷപ്രച്ഛന്നരായി നിങ്ങളുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. ദൈവം സൃഷ്ടിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് 9.4 ബില്യൺ വർഷങ്ങൾ, 9.3 ബില്യൺ വർഷങ്ങൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് 9.2 എന്നായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ടെലസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഒരു 0.1 കൂടെ കൂടി 9.3 ബില്യൺ വർഷങ്ങൾ ദൈവത്തോടുകൂടെ ജീവിച്ച് സകല ദൈവിക മാന്യതകളും മര്യാദകളും അഭ്യസിപ്പിച്ചതായ ദൂതന്മാർ അവരുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയതിനാൽ എന്നേക്കുമുള്ള അന്തിമ ന്യായവിധിക്കായി ആഘാതത്തിൻ്റെ കൂപത്തിൽ ചങ്ങലയിട്ടവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ ദൂതന്മാരെ ദൈവം കൈവിടിഞ്ഞെങ്കിൽ നിന്നെ വിടത്തില്ല, അതുകൊണ്ട് അഭക്തി പാടില്ല എന്ന് എടുത്തുകൾ പറയുകയാണ്. യൂദാ ഒറ്റ അധ്യായമേ ഉള്ളൂ, ദയവായി ഒന്ന് വായിക്കുന്നേ കൊള്ളാം. ഏറ്റവും ഒടുവിലത്തേതിൻ്റെ നേരെ പുറകിലത്തെ പുസ്തകമാണ് ബൈബിളിൽ. ഏറ്റവും ഒടുവിലത്തേത് വെളിപ്പാട് പുസ്തകമാണ്. അതിൻ്റെ ഒറ്റ പുസ്തകം പുറകിൽ, ഞാൻ ഒത്തിരി പേർക്കുള്ളതായതുകൊണ്ടായി ഇങ്ങനെ ഈ ഇത്രയും ഡെപ്തിൽ എന്നും പോകുന്നത്. ഏറ്റവും ഒടുവിലത്തേത് വിട്ടേച്ച് ഒരു പുസ്തകം പുറകിൽ കൊണ്ട് ഒരു പേജം കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്നത് അത്ര സിമ്പിളല്ല. പക്ഷേ സത്യമായിട്ടും ആ പുസ്തകം അവിടെ ഉണ്ട്. യൂദായുടെ ലേഖനം ഒന്ന് വായിക്കണം. അതിൽ 1-ാമത്തേത് പറയുന്നത് അഭക്തരായ മനുഷ്യർ നുഴഞ്ഞു വന്നു. 2-ാമത് പറയുന്നത് ദൈവം ദൂതന്മാരെ ആദരിക്കാതെ. 3-ാമത് 7-ാമത്തെ വാക്യത്തിൽ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും നാട്ടു നടപ്പാണിതെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം വിടത്തില്ല. പട്ടണങ്ങൾ മുഴുവനും പാപം ചെയ്താൽ പട്ടണങ്ങളെ മുഴുവൻ ഭസ്മീകരിക്കുക. കാര്യം ദൈവം അശുദ്ധി കാണാൻ കണ്ണുള്ളവനല്ല, വേർപാടില്ലാതെ കർത്താവ് പോകത്തില്ല. ഇനിയും 11-ാമത്തെ വാക്യത്തിൽ അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും. എന്തായിരുന്നു കായീൻ്റെ വഴി? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവനാണവൻ. പിന്നെ നമുക്ക് നോക്കാം, എന്തേലും പറയാൻ തൽക്കാലത്തേക്കൊരു ഊണാകട്ടെ. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ കായീൻ്റെ വഴിയിൽ. 2 ബിലയാമിൻ്റെ വഞ്ചനയിൽ. എന്തായിരുന്നു ബിലയാമിൻ്റെ വഞ്ചന? എൻ്റെ കണ്ണുകൊണ്ട് എല്ലാവരും കാണുക, ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ, ദൈവാലോചന മാത്രമേ പറയുന്നുള്ളെങ്കിലും രാജാവേ, അങ്ങെനിക്ക് തരുവാൻ പോകുന്ന സമ്പത്തെൻ്റെ സ്വന്തമാക്കേണ്ടതിന് ഉപാധിയും കൂടെ പറഞ്ഞു തരാം. വേറെ ആരും കേൾക്കണ്ട, പരസ്യമായി ഞാൻ പ്രസംഗിക്കത്തില്ല, ഒറ്റയ്ക്ക് പറയാം. ഒറ്റയ്ക്ക് വിളിച്ചൊരു കാര്യം പറഞ്ഞേക്കാത്തണ്ട് ഇങ്ങനെയും ഒരു വാക്യം ഉണ്ട് കേട്ടോ, അതിന് അങ്ങനെയും വ്യാഖ്യാനമുണ്ട്, ഇത്രയൊക്കെ മതി, അത് കൂടുതലൊന്നും വേണ്ട. അങ്ങനെ ആയിരുന്നില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം വാസ്തവമായി കൽപ്പിച്ചോ തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. ഇതുപോലെ ഒറ്റയ്ക്ക് വിളിച്ചു പറയുന്ന ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നവരാകരുത്. കോരഹിൻ്റെ മത്സരം എന്തായിരുന്നു? മോശയ്ക്ക് അഭിഷേകം ഇല്ലെന്ന് കോരഹ പറഞ്ഞില്ല, നിനക്ക് തന്നെയല്ല എനിക്കുമുണ്ടെന്ന്, നീ തന്നെയല്ല ലീഡർഷിപ്പിൽ ഞാനുമുണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുക. അവരുടെ ബേസിക് ലക്ഷ്യം ജനത്തെ തിരിച്ചും ഇസ്രായേലിൽ കൊണ്ടുപോകുകയായിരുന്നു. ഒക്കാതെ വന്നപ്പോൾ മത്സരിക്കാൻ വേണ്ടി വന്നതാ. കോരഹിനെ കുറിച്ച് പറയുന്നില്ല. ഇങ്ങനെ കീപ്പ് അപ്പ് ദ ഒറിജിനൽ എസ്റ്റേറ്റ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിൽ ഓരോ തലമുറയിലും ഓരോ സാഹചര്യങ്ങളിലും ഓരോ കാര്യത്തിലും നമ്മെ തന്നെ ആഴത്തിൽ ഇറക്കി പ്രതിഷ്ഠിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഇന്ന് ഇതുവരെ തൊടാത്ത 1-2 ഭാഗങ്ങളിലേക്ക് പോകുകയാണ്. 2050 ആകുമ്പോഴേക്ക് 35 മില്യൺ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 350 ലക്ഷം, 3.5 കോടി അല്ലേ, 3.5 കോടി ചെറുപ്പക്കാർ ഇന്നുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിത്വം വിട്ടുപോകുന്നതായി 1-2 ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്, റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം ഇത് നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് മാറുകയാണ്. വലിയൊരു പിന്മാറ്റത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ, ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്. എന്നാൽ ഞാൻ വേറെ 1-2 കാര്യങ്ങൾ പുതുതായി കണ്ടതും കൂടെ ഓർപ്പിക്കട്ടെ. ഇത് നേരത്തെ കണ്ടതാണ്. ഐസക് ന്യൂട്ടൺ, ഈ വാസ് എ സ്ട്രോങ് തിയോളജിയൻ. ഐസക് ന്യൂട്ടൻ്റെ സംസാരത്തിൽ ഒരു ഭാഗം എന്നെ സ്പർശിച്ചത് ഞാൻ ഇങ്ങനെ പറയാം. പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ ആസ്തിയെക്കുറിച്ചും ആസ്തിക്യത്തെക്കുറിച്ചും കണ്ടുപിടിച്ച് വരുമ്പോൾ ഇതിൻ്റെ പുറകിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു അറേഞ്ചർ ഇല്ലാതിരിക്കാൻ ഒക്കത്തില്ല. ഇതിൻ്റെ പിൻപിൽ ഒരു സംവിധായകൻ ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് എനിക്ക് ഗൗരവമായി ബോധ്യപ്പെട്ടതിനാൽ അതിൻ്റെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പദമാണ്. 2 ആൽബർട്ട് ഐൻസ്റ്റൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അയാൾ ഒരു വലിയ തിയോളജിയൻ അല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ആൽബർട്ട് ഐൻസ്റ്റൈനെയും ഐസക് ന്യൂട്ടനെയും തമ്മിൽ തെറ്റിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഐ എം സോറി. 76-ാമത്തെ വയസ്സാണേ.
അതുകൊണ്ടല്ലേ ഇന്ന് പബ്ലിക്കിൽ ഞാൻ പറയുന്നത് തെറ്റുപറ്റി, അങ്ങനെ ഒരു തെറ്റുപറ്റി. അദ്ദേഹം ഒരു അപ്നോസ്റ്റിക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ട്. ദർ ഇസ് എ പെർഫോമൻസ് ഓഫ് ഗോഡ് ഇൻ എവ്രിതിങ്. അവരുടെ ചിന്താഗതിയാണ് ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ട്. അത് യേശു ആണെന്നോ അല്ലെന്നോ ഒന്നുമല്ല. അത്രയും ഒന്നും ആഴത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത് പഠിക്കുന്നത് അയാളുടെ സബ്ജക്റ്റ് അല്ല. എന്നാൽ ദൈവം എന്നുണ്ട്. അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്. പ്രപഞ്ച സംവിധാനങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിലേക്ക് ഇറങ്ങി ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പുറകിൽ നിയന്ത്രിക്കാൻ ഒരാളില്ലാതിരിക്കാൻ ഒക്കത്തില്ല എന്നെനിക്ക് വ്യക്തത ഉള്ളതിനാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവപ്രവർത്തികളിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പദമാണ്. ഇതുവരെ തൊടാത്ത ഒരു പുതിയ ആളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ലിങ്ക് അയച്ചു തന്നു. നമ്മുടെ എലൻ മസ്ക്. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെയും ഇങ്ങനെ ഒരു പോസിറ്റീവ് കമൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ വെബ്സൈറ്റ് ID നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ID-യിൽ കയറി നോക്കേണ്ടവർക്ക് നോക്കാം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ട്രോങ് ആർഗ്യുമെൻറ്റിലൂടെ പോകുമ്പോൾ, ഇല്ല ക്രമാനുഗതമായി ചില ആർഗ്യുമെൻറ്റുകളിലൂടെ പോകുമ്പോൾ ഇതേ കാര്യം എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ മടങ്ങിവരവ് റാപ്ചർ വേഗത്തിൽ സംഭവിക്കേണ്ടതാണ്. ലോകത്തിൻ്റെ കാലഗതികൾ ഞാൻ ശാസ്ത്രം അവിടെ ഇവിടെയൊക്കെ തൊട്ടു പറയാൻ എനിക്ക് വിദ്യാഭ്യാസം തീരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്ന് ഓർമ്മിപ്പിച്ചിരുന്നു, ഇതിനകത്ത് വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളും കഴിവുകളും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. അദ്ദേഹം തന്നെ പറയുന്ന ഒരു പദമാണ്, ലോക ലക്ഷണങ്ങളും രാജ്യങ്ങളുടെ ഗതികളും പോകുന്നത് കണ്ടിട്ട്, ഏലിയൻസിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും കണ്ടിട്ട് അദ്ദേഹം 4-5 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1, ഏലിയൻ ഇൻവോൾവ്മെൻറ്റ്സ്. 2, രാജ്യങ്ങളുടെ പോളിസികൾ മാറുന്നത്. 3, പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് ബൈബിൾ കറക്റ്റാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വിശ്വസനീയമായ മതഗ്രന്ഥം ബൈബിളാണ്. ഭയങ്കര ശക്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശാസ്ത്രവുമായി താരതമ്യം ചെയ്തിട്ട് ഏറ്റവും ഈ 4 കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഏറ്റവും വിശ്വസനീയമായ മതഗ്രന്ഥം ബൈബിളാണ്. മാത്രമല്ല റാപ്ചറിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഭാഗങ്ങളിലേക്ക് അടുക്കുക. കാര്യം ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും അതിൻ്റെയൊക്കെ പ്രധാന ചുമതലക്കാരിൽ ഒരാൾ, ഇയാളും കൂടെ അന്ന് മറക്കണ്ട, അതിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളാണ്. ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും മറ്റും വരുന്നത് കൊണ്ട് റാപ്ചർ ഈസ് വെരി സൂൺ അദ്ദേഹം കൺഫസ് ചെയ്യുന്നത് കാണാം. എലോൺ മസ്ക് കൺഫേംസ് ദ റാപ്ചർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. അത് അദ്ദേഹത്തിൻ്റെ വാചകമാണ്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലെ വാചകമാണ്, എൻ്റെ വാചകമല്ല. 2, ബെൻസിങ്ങ എന്ന് പറയുന്ന ഒരാളും ഇദ്ദേഹവും തമ്മിലൊരു ട്വിറ്റർ കമ്മ്യൂണിക്കേഷൻ നടന്നു. ആ ട്വിറ്റർ കമ്മ്യൂണിക്കേഷനിൽ ബെൻസിങ്ങാം അദ്ദേഹത്തെ ബ്ലസ് ചെയ്തുകൊണ്ട്, കാര്യം ഇതുപോലുള്ള നല്ല സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞതിൽ ബ്ലസ് ചെയ്തുകൊണ്ട് അയച്ചിരിക്കുന്നത്. അയാൾ പറയുന്ന മറുപടി എന്ന് കേട്ടോണേ, താങ്ക് യു ഫോർ ബ്ലെസ്സിങ് ബട്ട് ഐ ആം ഓക്കെ വിത്ത് ഗോയിങ് ടു ഹെൽ. യേശു വരാറായി, നീ പറഞ്ഞതിന് നന്ദി, എന്നെ അനുഗ്രഹിച്ചതിന്, പക്ഷേ ഞാൻ നരകത്തിലോട്ടായിരിക്കും പോകുന്നത്. ഇഫ് ദാറ്റ് ഈസ് ഇൻഡീഡ് ദ ഡെസ്റ്റിനേഷൻ, സിൻസ് ദ വാസ്റ്റ് മജോറിറ്റി ഓഫ് ഓൾ ഹ്യൂമൻസ് എവർ ബോൺ വിൽ ബി ദെയർ. ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. മാനവവർഗത്തിൽ ജനിച്ച പരമാവധി ആളുകൾ അവിടെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിനകത്ത് എനിക്കും വലിയ വിരോധമൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റുകൾ വൺ ആഫ്റ്റർ ദി അതർ വരികയാണ്. ഈ മനുഷ്യനെ ഈ കാണുന്ന വെബ്സൈറ്റിനകത്ത് ബാബിലോൺ ബി എന്ന ഒരു സുവിശേഷ വിഭാഗം അദ്ദേഹത്തെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂവിന് എടുത്തിരിക്കുന്ന പദമാണ് കാണുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം പറയുന്നത്, ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു അക്സെപ്റ്റ് ജീസസ്. ഓ ഗോഡ്, പടിപടിയായി വരുന്ന വ്യത്യാസം കണ്ടു. നേരത്തെ പഠിത്തമുള്ള പിള്ളേരില്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങളെയൊക്കെ ദൈവത്തിനൊന്ന് ഉപയോഗിച്ചുകൂടെ? കഴിവുള്ളവരല്ലേ നിങ്ങൾ? എന്നെ കേൾക്കുന്ന ബഹുസഹസ്രം ജനങ്ങളിൽ, ലക്ഷങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവരില്ലേ? നിങ്ങൾക്ക് ആളുകളെ അപ്രോച്ച് ചെയ്തുകൂടെ? സംസാരിച്ചുകൂടെ? കാര്യഗൗരവമായി പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഒരു ശാസ്ത്രജ്ഞൻ എന്ന സാഹചര്യത്തിൽ മാറാനൊക്കത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കാനഡയിൽ ചെന്നപ്പോൾ പുരാവസ്തുക്കളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു മ്യൂസിയത്തിൽ കയറാനിടയായി. ഒരു ശാസ്ത്രജ്ഞൻ വന്ന് വിശദീകരിച്ച് ഒരു കല്ലങ്ങോട്ട് കാണിച്ചു വെച്ച് പറഞ്ഞു, ഈ കല്ലിൽ ഈ ഭാഗത്ത് ഓക്സിജൻ വന്നടിച്ചു, നിറം മാറി. അപ്പം എൻ്റെ ചോദ്യം, മറ്റേ ഭാഗത്ത് എന്തിട്ട് അടിക്കാൻ ചെന്നാ? ഈ ഒരു ഭാഗത്ത് അടിച്ചാൽ മതി, മറ്റേ ഭാഗത്ത് അടിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ആരാ? ഓക്സിജനാണോ തീരുമാനിച്ചത്? വേറൊരു ജീവിയെ കാണിച്ചുകൊണ്ട് ഇത് കണ്ട് ഇങ്ങനെ മാറി ഇന്ന സാഹചര്യത്താൽ. ആ സാഹചര്യം മറ്റേ ജീവിക്ക് എന്താ ഉണ്ടാകാത്തേ? ഇതിൻ്റെ പുറകിൽ കൺട്രോൾ ചെയ്യുന്ന രണ്ടൊരാളില്ലേ? പണ്ടൊരിക്കൽ നമ്മളെല്ലാം കുരങ്ങന്മാരായിരുന്നു, അവിടുന്ന് വാല് മുറിഞ്ഞ് നമ്മളിഞ്ഞ് മനുഷ്യരായി. എനിക്കിപ്പോൾ 76 വയസ്സുണ്ട്. ഈ 76 വയസ്സിനോടകം ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു മനുഷ്യൻ കുരങ്ങ് വാല് തന്നെയാന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനൊരു പ്രക്രിയ ഉണ്ടായിരുന്നെങ്കിൽ എന്തോടോ നിർത്തിക്കളഞ്ഞത്? തനിക്കൊന്നുകൂടെ തുടങ്ങാമോ?
അങ്ങനൊരു പ്രക്രിയ ഉണ്ടായിരുന്നെങ്കിൽ നിന്നു പോകാൻ കാരണമെന്ത്? ചോദ്യത്തിൽ മറുപടിയില്ലാത്ത 10,000 ചോദ്യങ്ങൾ. കോഴിയാന്നോ മൂത്തത്, മുട്ടയാന്നോ മൂത്തത് എന്ന് ആദ്യം തുടങ്ങുന്നത് മുതൽ 10,000കണക്കിന് ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വരുമ്പോൾ ശാസ്ത്രബോധമുള്ളവനും ലോജിക്കായി ചിന്തിക്കാൻ കഴിയുന്നവനും ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയെ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. അതിനെ പൂർണ്ണ ദൈവവിശ്വാസം എന്ന് വിളിക്കുന്നില്ല. എഗ്നോസ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ശക്തി ഇതിൻ്റെ പുറകിലുണ്ട്, നിയന്ത്രിക്കുന്നൊരു സൃഷ്ടാവുണ്ട് എന്ന് പറയുവാനിടയാകും. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് വെക്കുകയായിരുന്നു. ഓക്കെ, ഇനിയും ഈസ് ഇറ്റ് എ ഡോക്ട്രിൻ? യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് പറയുന്നത്. നാരോ ഗേറ്റ് ആണ് എൻ്റെ വിഷയം. ഈസ് ഇറ്റ് എ ഡോക്ട്രിൻ? ഇറ്റ്സ് ഓൺലി ആൻ ഒപ്പീനിയൻ ഓർ ഇറ്റ് ഇസ് എ ഡോഗ്മ? ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ക്രിസ്തീയ നിയമസംഹിതയാണ്, വിശ്വാസ സംഹിതയാണ്. ഡോഗ്മ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന നിയമസംഹിത. അങ്ങനെ എഴുതിയ പ്രമാണം എക്സാക്ട്ലി അങ്ങനെ വേണമെന്നില്ല. കേരളത്തിൽ മുണ്ടുടുക്കുന്ന ക്രിസ്ത്യാനികൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഉടുക്കുന്നത്. ഇറ്റ് ഈസ് എ ഡോഗ്മ. അങ്ങനെ വേണമെന്നൊന്നും എഴുതിയിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് എ ഡോഗ്മ. തിരിച്ചുടുക്കുന്നവരുമുണ്ട്, അത് അവരുടെ ഡോഗ്മയാണ്. അത് ഡോക്ട്രിനല്ല, അതവരുടെ ഡോഗ്മയാണ്. യേശുവിൻ്റെ വരവെന്നത് ഒരു ഡോഗ്മയാണോ, ഞാൻ അങ്ങനെ അങ്ങ് അംഗീകരിച്ചതാണോ, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടങ്ങ് വിശ്വസിച്ചതാണോ, അതോ ഇറ്റ് ഈസ് ഓൺലി ഒപ്പീനിയൻ, വെറും ഒരു ചിന്താഗതി മാത്രമാണോ, ഒരാളിൻ്റെ അഭിപ്രായമാണോ? ഇത് രണ്ടിനും അപ്പുറത്ത് ഇതൊരു ഡോക്ട്രിൻ, ഒരു വിശ്വാസമാണോ? ഇതൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ദർ ആർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഇതിനകത്ത് വ്യത്യസ്ത ആശയങ്ങൾ പുറത്തു വരുന്നതിനകത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്തതിന് ഒന്ന്, വെദർ റാപ്ചർ ഓർ സെക്കൻഡ് കമ്മിങ് ഓർ ബോത്ത്, വാട്ട് വിൽ ഹാപ്പൻ? റാപ്ചർ എന്ന് പറയുന്നത് സഭ ഇവിടുന്ന് രഹസ്യമായി മുകളിലേക്ക് എടുക്കപ്പെടുന്നതാണ്. അതിനെ തുടർന്നാണ് നാരോ ഗേറ്റ് വരുന്നത്. യേശുവിൻ്റെ മടങ്ങിവരവെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ വേറൊരു അനുഭവമാണ്. റാപ്ചറിൽ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും യേശു മധ്യാകാശം വരെ വന്ന് സഭയെ ചേർക്കുകയുമാണ്. യേശുവിൻ്റെ മടങ്ങിവരവ് എന്ന് പറയുന്നത് താൻ ചേർത്ത സഭയുമായി ഭൂമി വരെ രണ്ടാമത് ഇറങ്ങി വരികയും തൻ്റെ പാദം യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടുകയും ഒലിവുമല രണ്ടായി ചീന്തിപ്പോകുകയും ഈ ഭൂമിയിൽ ഒരു പുത്തൻ ഗവൺമെൻറ് യേശു ആരംഭിക്കുകയും ചെയ്യുവാൻ പോകുന്ന ആ വരവിനെയാണ്, മഹത്വ പ്രത്യക്ഷതയാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് വിളിക്കുന്നത്. ആദ്യം സംഭവിക്കുന്നത് എന്ത്? സഭ എടുക്കപ്പെടുകയാണോ, അതോ യേശുവിൻ്റെ രണ്ടാം വരവാണോ, അതോ ഇത് രണ്ടും കൂടെ ഒന്നാണോ? ഈ ചോദ്യങ്ങളൊക്കെയാണ്. ഡിഫറെൻ്റ് ഒപ്പീനിയൻസ്, അനേക ഒപ്പീനിയൻ ഉള്ളവരുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ കഴിവോളം ഡോക്ട്രിനൽ മാറ്റേഴ്സിൽ സമയം ലഭിക്കുന്നിടത്തോളം പോകുകയാണ്. വി ബിലീവ് ഇൻ ദ പ്രീ ട്രിബുലേഷൻ റാപ്ചർ. അസംബ്ലീസ് ഓഫ് ഗോഡും പെന്തക്കോസ്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ട്രിബുലേഷൻ, മഹോദ്രവകാലം തുടങ്ങുന്നതിന് മുന്നമേ ഇവിടെ നിന്നും മാറ്റപ്പെടാൻ പോകുന്ന ദൈവസഭയെക്കുറിച്ചാണ്, റാപ്ചറിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതെടുത്തപ്പോൾ പറഞ്ഞു, റാപ്ചർ എന്നൊരു വാക്ക് ബൈബിളിലില്ല. പല ടെക്നിക്കൽ വാക്കുകളും ആ കാലങ്ങളിൽ ഇല്ല. അത് പിന്നത്തേതിൽ ഭാഷയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ സാലറി എന്നൊരു വാക്കും ബൈബിളിലില്ല. ബൈബിളിൽ വേജസ് എന്നാണ് അതിനെ വിളിക്കുന്നത്, സാലറി അല്ല. അതിൻ്റെ അർത്ഥം ആരും സാലറി വാങ്ങിക്കുന്നില്ലെന്നല്ല. പെൻഷൻ വാങ്ങിക്കുന്ന എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നിരുന്നു, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ പേ സ്ലിപ്പ് തരാമെന്ന്. സാലറി സ്ലിപ്പ്, നിൻ്റെ സാലറി സ്ലിപ്പ് തരാമെന്ന്. എനിക്ക് സാലറി ഇല്ല, ഞാൻ പെൻഷൻ വാങ്ങിക്കുന്നയാളാണ്. പക്ഷേ നിനക്ക് വേണമെങ്കിൽ സാലറി സ്ലിപ്പ് തരാം. കാര്യം ആ സ്ലിപ്പിൻ്റെ പേര് തന്നെ സാലറി സ്ലിപ്പ് എന്നായി. സാലറി വാങ്ങിക്കുന്നതല്ല, ആ സ്ലിപ്പിൻ്റെ പേര് തന്നെ സാലറി സ്ലിപ്പ് എന്നായി. ഭാഷയിൽ പണ്ട് കാലത്ത് ഈ വാക്ക് സാലറി എന്ന പദം ഇല്ലായിരുന്നു. അന്നിതിനെ വേജസ് എന്ന് വിളിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്നാരും സാലറി വാങ്ങിക്കുന്നില്ലെന്നാണോ? വാങ്ങിക്കുന്നുണ്ട്. അതാത് ടെക്നിക്കൽ പദങ്ങൾ കാലഘട്ടങ്ങളിൽ വരികയും പോവുകയും ചെയ്യുന്നത് അന്നില്ലായിരുന്നു, ഇന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളതിനെ റാപ്ചർ എന്ന് വളരെ നിസ്സാരമായി വിളിക്കുന്നു. മുമ്പേ നമ്മൾ കാണിച്ചതാണ് അബ്രഹാമിൻ്റെ സന്തതിയും വിശുദ്ധന്മാർ ഭൂമിയിൽ ജനിച്ച പുതിയ നിയമസഭയും ഒരുമിച്ച് ചേർന്ന് ഒരു മണവാട്ടിയായി മാറും. ഒരു 7 വർഷം ഈ ഭൂമിയിൽ മഹോദ്രവം, പീഡാകാലം നടക്കും. ആ പീഡാകാലത്തിന് മുന്നമേ, ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത്, വി ബിലീവ് ഇൻ ദ പ്രീ ട്രിബുലേഷൻ റാപ്ചർ. ട്രിബുലേഷന് മുമ്പേ, മഹോദ്രവത്തിന് മുന്നമേ നടക്കുവാൻ പോകുന്ന സഭ എടുക്കപ്പെടുന്നതിനെ കുറിക്കുന്ന ഒരു സിമ്പിൾ ചാർട്ടാണ് ഈ തന്നിരിക്കുന്നത്. റാപ്ചർ ടു ദ മിഡ് സ്കൈ ഫോർ ദ ഇലക്ട്. തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ, ആ വാക്ക് മറക്കരുത്. രക്ഷിക്കപ്പെട്ടവരെന്നല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ വിശുദ്ധിയിലും വേർപാടിലും ദൈവ അനുരൂപരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ്. അങ്ങനെ ഒരു വലിയ വിഭാഗമുണ്ട്. ദോസ് ഹു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ്. അങ്ങനെയുള്ളവർ മരിച്ചു മൺമറഞ്ഞവരും ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുന്നവരും ചേർത്ത്
മേഘങ്ങളിൽ യേശുവിനെ എതിരേൽക്കേണ്ടതിനു വേണ്ടി മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. അത് ആ 7 വർഷം മഹോദ്രവത്തിന് മുൻപേ നടക്കണം. മഹോദ്രവത്തെക്കുറിച്ച് ഏതെന്നൊന്നും പറയാൻ അറിയത്തില്ല. 2023 മുതൽ, ഈ വർഷം മുതൽ എപ്പോഴും അതാകാമെന്നുള്ളതാണ് ലോക ചിന്താഗതി. കാരണം UNOയുടെ റിപ്പോർട്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുക്കൽ എടുത്തു കാണിച്ചിരുന്നു. 2030 വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണമെന്നാണ് അവരുടെ പ്രമാണം. 2030 വൺ വേൾഡ് ഗവൺമെൻറ്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് 2050 മുന്നമേ ഇവിടുന്ന് വിശുദ്ധന്മാർ തീർന്നു പോകുമെന്നൊക്കെ പറയുന്ന കാരണം. ഈ 2030 അത് നടക്കണമെങ്കിൽ അതിന് 7 വർഷങ്ങൾക്ക് പുറകിൽ മുതൽ വളരെ ആക്സിലറേറ്റ് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ പറഞ്ഞു UNO ഒരു ഓർഡർ തന്നത് ഓർമ്മ കാണും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും മറ്റും പൊട്ടിപ്പുറപ്പെട്ടത് ഇവരാരും പറഞ്ഞിട്ടല്ല, അല്ലാതെ തന്നെ വന്നതാ. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം നിഗൂഢമായി ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ സഭ 7 വർഷത്തിന് മുന്നമേ ഇവിടെ നിന്ന് മാറും. എന്നാൽ മിഡ് ട്രിബുലേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അവർ പറയുന്നത് സഭ 7 വർഷം മുന്നമേ മാറത്തില്ല, 3.5 വർഷങ്ങൾക്ക് മുമ്പേ ആയിരിക്കും മാറുന്നത്. എനിക്കതിനെക്കുറിച്ച് തീർത്തു പറയാൻ അറിയാൻ വയ്യ, സത്യമായിട്ടും അറിയാൻ വയ്യ. പ്രീ ട്രിബുലേഷൻ ആണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഞാനതിന് തയ്യാറാ. മിഡ് ട്രിബുലേഷൻ ആണെങ്കിൽ ദൈവം നടത്തുവാനുള്ള കൃപയും കൂടെ തന്നിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനും തയ്യാറാ. ദൈവം എങ്ങനെ നടത്തുന്നു അതുവഴി പോകുവാൻ. പ്രീ ട്രിബുലേഷൻ അനുസരിച്ച് ആൻറ്റി ക്രൈസ്റ്റ് ഭൂമിയിൽ വന്നതിൻ്റെ നിയമം സ്ഥാപിക്കും. നിയമം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അടുത്ത 1-2 വാക്കുകളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. അലസ്ക മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട്, ഡോം ഓഫ് ദ റോക്ക്, ഡോം ഓഫ് ദ റോക്ക്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ തൊട്ടോട്ടെ. എന്താ ഈ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത്? ദി റോക്ക് എന്ന് പറയുന്നതിനകത്തൊരർത്ഥമുണ്ട്. യഹൂദൻ്റെ വിശ്വാസം അനുസരിച്ച് ഭൂമി മുഴുവനും വെള്ളത്തിൽ പൊതിഞ്ഞതായി ഒരു കാലഘട്ടത്തിലായിരുന്നു. അവിടെ നിന്നും ദൈവം ഭൂമിയെ വേർതിരിച്ച് വെള്ളത്തെയും വേർതിരിച്ചു. വെള്ളം മാറി തുടങ്ങിയപ്പോൾ ആദ്യം കണ്ടതൊരു പാറയാണെന്നും ആകയാൽ അതിനെ ദി റോക്ക് എന്ന് വിളിക്കുന്നുവെന്നുമാണ് യഹൂദൻ വിശ്വസിക്കുന്നത്. യഹൂദൻ തന്നെയൊന്നുമല്ല, പല ജാതികളും പലരും ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്നു. ആദ്യം കണ്ടതൊരു പാറയാണ്, അതുകൊണ്ട് അതിനെ ദി റോക്ക് എന്ന് വിളിക്കുന്നു. 2, ആ പാറമേലാണ് അബ്രഹാം യാഗം കഴിച്ചത്, മോറിയായുടെ പ്രദേശത്ത്. ആ പാറമേലാണ് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ചെന്നതും ആട്ടിൻകുട്ടിയെ കണ്ടതിനാൽ ആട്ടിൻകുട്ടിയെ അബ്രഹാമും ഇസഹാക്കും ചേർത്ത് യാഗം കഴിച്ചതും. 3, അവിടെ ദേവാലയം പണിയുവാൻ ദൈവം ദാവീദിനോട് ആവശ്യപ്പെടുകയും ഓർന്നാൻ്റെ കളമായി മാറ്റപ്പെട്ട ആ സ്ഥലം ഓർന്നാൻ്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് ദാവീദ് വാങ്ങി അവിടെ പിന്നെയും ആലയം പണിയുകയും ദൈവത്തിന് ഫ്രീ കിട്ടിയതൊന്നും വേണ്ട, ആരാണ്ട് കുറച്ച് നാൾ കൈവശം വെച്ചിരുന്നത് വില കൊടുത്ത് വാങ്ങുവാൻ ദാവീദിനെ ബലപ്പെടുത്തി. വില കൊടുത്ത വസ്തു വാങ്ങി അവിടെയാണ് താൻ ആദ്യത്തെ ദേവാലയം പണിതതെന്നും 3, ശലോമോൻ്റെ ദേവാലയം പണിത സ്ഥലം അതായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് അവിടെ ഒരു മോസ്കാണുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ മേളിലൊരു ഡോം പണിതിട്ട് ഡോം ഓഫ് ദ റോക്ക് എന്നതിനെ വിളിക്കുന്നത്. അവിടെയായിരിക്കും ആലയം പണിയുവാൻ അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമായിരിക്കാം ഈ യുദ്ധമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞു, ലോകമഹായുദ്ധങ്ങൾ ലോകത്തിന് നഷ്ടമേ വരുത്തൂ. എന്നാൽ പിന്നെ ഇതങ്ങ് വേണ്ടെന്ന് നോക്കരുതോ? ഇതുകൊണ്ട് ഒരു ഗുണവും ആർക്കുമില്ല, നഷ്ടമേ വരത്തുള്ളൂ. ഒരുപാട് യുദ്ധം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ച് കോടിക്കണക്കിന് രൂപയും ചുട്ടുകരിച്ചേച്ച് ഒടിപ്പുരം പിടിച്ചതൊക്കെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ എന്തിനാണോ യുദ്ധം ചെയ്തത്? എടോ, എനിക്കും നിനക്ക് ഇത്രേ മനസ്സിലാകത്തുള്ളെങ്കിലും ദൈവിക കാര്യപരിപാടിയിൽ ചിലത് നടക്കണമെങ്കിൽ അത് നടന്നേ മതിയാകൂ. ഒരു കൊല്ലൻ അദ്ദേഹത്തിൻ്റെ ആലയിൽ ഒരു ഇരുമ്പ് കഷണം വെച്ച് നന്നായി പഴിപ്പിച്ച് അടിച്ച് രൂപീകരിച്ച് അവസാനം വെള്ളത്തിലോട്ടൊരു മുക്കുണ്ട്. ഞാൻ ചോദിക്കും, ഈടോ വെള്ളത്തിൽ മുക്കാനായിരുന്നെങ്കിൽ ഇത്രയും നേരം ഇതിട്ടുകൊണ്ട് ചൂടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പൊട്ട വർഗീസേ, നിനക്കിത് മനസ്സിലാകത്തില്ല. ഇതിൽ ഒരുപാട് പണി ഇതിനിടയ്ക്ക് നടന്നതാ. ഇത് ചൂടായിരുന്ന സമയത്ത് ഇതിന് പല പണി നടന്നു. ഒടുവിൽ ടെമ്പർ ചെയ്യാൻ വേണ്ടിയാണ് വെള്ളത്തിൽ മുക്കിയത്. ഇതിനെല്ലാം മീനിങ് ഉണ്ട്, യുദ്ധങ്ങൾക്ക് മീനിങ് ഉണ്ട്. ഒന്നാമത്തെ ലോകമഹായുദ്ധം യഹൂദന് സയോണിസ്റ്റ് എന്നറിയപ്പെടുന്നതായ ആ യഹൂദ ചിന്താഗതി ഉണ്ടാകേണ്ടതിനായിരുന്നു. ഒരു പദം കൂടെ ഞാൻ ചേർത്തോട്ടെ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച്. എത്ര % അതിനകത്ത് അതോൻറ്റിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വിശ്വാസം 100% അതോൻറ്റിറ്റീവ് ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും തെളിവുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാനിവിടെ കേട്ടോളാം. യഹൂദനെ AD 70 ആ ആരംഭകാലത്ത് രാജ്യത്തു നിന്ന് ഓടിക്കുമ്പോൾ ഓടിപ്പോയ യഹൂദന്മാർ അവരവരുടെ പാത്രങ്ങളിൽ കൊള്ളാവുന്ന അത്രയും യെരുശലേമിലെ മണ്ണും കൂടെ വാരിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഒരു ബാഗ് കയ്യിലുള്ളവൻ ഒരു ബാഗ് മണ്ണ്. എൻ്റെ പൊന്നെ, ഓടിപ്പോകുന്ന ഇടത്ത് ഒരു ബാഗ് മണ്ണോ? ഇതെന്തിനടാ?
അവൻ്റെ മക്കൾക്ക് മണ്ണ് പകുത്തു കൊടുത്തു. നമ്മൾ അവകാശം പകുക്കുന്നത് പോലെ, എൻ്റെ അപ്പൻ്റെ ഭൂമി മക്കൾക്ക് പകുക്കുന്നത് പോലെ അവരവരുടെ മക്കൾക്ക് അവകാശങ്ങൾ കൊടുത്തു. ഇന്ന് പലരുടെയും കയ്യിൽ ഒരു നുള്ളേ ഉള്ളൂ. അപ്പൂപ്പന്മാർ മുതലിങ്ങോട്ട് പകുത്ത് വരിക. ഒരു കാലത്ത് നമ്മൾ യെരൂശലേമിൽ മടങ്ങി വരും. നമ്മുടെ നാട് നമ്മുടെ സ്വന്തമാണ്, അബ്രഹാമിന് ദൈവം തന്നതാണെന്നും പറഞ്ഞ് ഈ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുപോയി. ഇങ്ങനെ മണ്ണ് കൈമാറി വരുന്ന യഹൂദന് അവൻ്റെ രാഷ്ട്രീയ ബോധം ഉയർത്തേണ്ടതിന് വേണ്ടിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം യഹൂദനെ സ്വന്തമായി ഒരു രാഷ്ട്രമാക്കുക എന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു. പലതിലും ഇസ്രായേൽ ലോകത്തിലെ ഒന്നാം രാജ്യമായി മാറി. വലിപ്പത്തിൽ തീരെ ചെറുതായി, 25,000 ഒന്നുപോലും ഇല്ല. അതിൻ്റെ പകുതിയേ ഉള്ളിപ്പോൾ. വലിപ്പത്തിൽ അത്ര ഉള്ളെങ്കിലും ലോകത്തിലെ ഒന്നാം കിട സാമ്രാജ്യമായി മാറി. കാര്യം വലിയവനാണ് അനുഗ്രഹിച്ചത്. ഈ അനുഗ്രഹം നിൻ്റെ മേലുണ്ട്. ബഥേൽ, നിങ്ങൾക്കറിയാമോ, വലിയവൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരുത്താതെ വെള്ളം ഉയർന്നു വരുന്ന ശക്തികളെ ഞാൻ ചില വെളിപ്പാടുകളുടെ മുമ്പിലാണ് ഇത് പറയുന്നത്. ഞാൻ കണ്ട വെളിപ്പാടല്ല, എന്നോട് പറഞ്ഞ വെളിപ്പാടുകളുടെ മുമ്പിലാണ് പറയുന്നത്. ഇന്നിവിടെ ഇരുത്താതെ വെള്ളം, ഒരുമിച്ച് കൂടാതെ വെള്ളം, ഒരാൾക്കൂട്ടം ഇവിടെ ഉണ്ടാകാതെ വെള്ളം തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുന്ന അശുദ്ധ ശക്തികളെ ഒരു വലിയവൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ കിടക്കയാൽ നിനക്ക് കീഴടങ്ങാമെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയും നസ്രായൻ്റെ നാമത്തിൽ അതിന് കൈയിടിച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്യുകയാണ്. ഒരു വലിയവൻ്റെ അനുഗ്രഹം ഇസ്രായേലിൻ്റെ മേൽ, എബ്രായൻ്റെ മേൽ കിടപ്പുണ്ട്. ഒരു 7 വർഷം അല്ലെങ്കിൽ 3.5 വർഷം ഈ സഭ ഈ പീഠകളിലൂടെ ഈ ഭൂമി പീഠകളിലൂടെ കടന്നു പോകുകയും അതുവരെ വിശുദ്ധ സഭ സ്വർഗത്തിൽ മധ്യാകാശത്തിൽ ശേഷിക്കുകയും ചെയ്യും. 7 വർഷത്തിന് ശേഷം, ഇല്ലെങ്കിൽ 3.5 വർഷത്തിന് ശേഷം, ഞാനത് തീർത്ത് പറയത്തില്ല, കാര്യം പറയാൻ ഞാൻ ആരുമല്ല. വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന അല്പമായ അറിവാണ് ഞാൻ പറയുന്നത്. രണ്ടിനും തെളിവുണ്ട്. 7 വർഷമെന്നും വ്യാഖ്യാനിക്കാൻ കഴിയും, 3.5 വർഷമെന്നും വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ വേദപുസ്തകം അങ്ങനെ വ്യാഖ്യാനിപ്പാൻ എഴുതിയത് ഞാനല്ലല്ലോ, പരിശുദ്ധാത്മാവല്ലേ. ഇത്രയും അറിഞ്ഞാൽ മതി എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ഡിലാമ എനിക്ക് ഇട്ടുതന്നത്. അതുകൊണ്ട് ഞാനും അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. ഇത് കഴിയുമ്പോൾ സഭ രണ്ടാമത് ഭൂമിയിലേക്ക് മടങ്ങി വരും. അതിനെയാണ് യേശുവിൻ്റെ മടങ്ങിവരവ് എന്ന് വിളിക്കുന്നത്. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഒന്നാമത്തെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫോർ ദ ലോർഡ് ഹിംസെൽഫ് shall descend from heaven with a shout, with the voice of the archangel. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, മധ്യാകാശം വരെയുള്ള നോക്കിയാൽ മതി, ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, those who are eagerly waiting and died, and those who are eagerly waiting and listening to me, നാം രൂപാന്തരപ്പെട്ട് മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേറ്റ് ഇൻ ദ ട്രാൻസ്ഫോംഡ് ബോഡി നാം ഒരുമിച്ച് മധ്യാകാശത്തിലേക്ക് ഉയരുകയും മധ്യാകാശത്തിൽ വെച്ച് ക്രിസ്തുവും തൻ്റെ സഭയും തമ്മിൽ ഒരുമിച്ച് കാണുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:22-23 ആദാം എന്ന ഏകനാൽ എല്ലാവരും മരിച്ചുവെങ്കിൽ ക്രിസ്തു എന്ന ഏകനാൽ വിശുദ്ധന്മാർ ഒരുമിച്ച് ചേരും, ഉയർത്തെഴുന്നേൽക്കും. യേശു തൻ്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരുന്നു. ഹി റിട്ടേൺസ് ഫോർ ഹിസ് ബ്രൈഡ്, തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ. അത് മടങ്ങി വരുന്ന കൂട്ടത്തിൽ മണവാട്ടി തന്നെയല്ല, എടുക്കപ്പെടുന്നത് പലരുമുണ്ട്. 45-ാമത്തെ സങ്കീർത്തനം, ഞാൻ ഇത്രയും ഗൗരവത്തിൽ ഇതിനു മുമ്പേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, 4-5 മിനിറ്റ് കൊണ്ട് 45-ാം സങ്കീർത്തനത്തിൽ, അല്ലയോ കുമാരി കേൾക്ക്, നോക്ക്, ചെവിചായിക്ക്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവളെ ഓഫീർ തങ്കം അണിയിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവിടെ തങ്കമെന്ന് പറയപ്പെടുന്നത് ഓഫീറിലെ സത്യത്തിൽ പൊന്നിനെ കുറിച്ചും തങ്കത്തെക്കുറിച്ചും അല്ല, 24 കാരറ്റിനെ കുറിച്ചല്ല പറയുന്നത്. അവിടെ പറയുന്നത് കൃപാവരങ്ങളെ കുറിക്കുന്നതാണ്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ വസ്ത്രം പ്രത്യേകമാണ്, അവളുടെ കൃപാവരങ്ങൾ പ്രത്യേകമാണ്. അവളെ വളരെ പ്രത്യേകമായി അലങ്കരിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളോട് കൂടെ നടക്കുന്ന തോഴിമാരായ കന്യകമാരെയും കൊണ്ടുവരും. കേവലം മണവാട്ടി മാത്രമല്ല പോകുന്നത്, കൂടെ നടക്കുന്ന തോഴ്മക്കാർ, അവരുടെ ജോലി ചെയ്യേണ്ടവരുണ്ട്. ഇവളുടെ ജോലി ചെയ്തു കൊടുക്കേണ്ട വേലക്കാരിൽ ഒത്തിരി എണ്ണത്തെ കൂടെ കൊണ്ടുപോകും. അവരെല്ലാം കൂടെ ഒരുമിച്ചാണ് എടുക്കപ്പെടുന്നത്. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ജോലി ചെയ്യുന്ന ഒരാളും കൂടെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഈ മണവാട്ടിക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കൂട്ടം തോഴിമാരുണ്ട്. അവരെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. റാപ്ചർ ഇസ് നോട്ട് ഓൺലി ഫോർ ദ ചർച്ച് എക്സ്ക്ലൂസീവ്ലി, ബട്ട് ഹി കം ഫോർ ഹിസ് ബ്രൈഡ്. വരുമ്പോൾ തനിക്കുള്ളതിനെ കൂടെ കൊണ്ടുപോകും.
ഞാൻ ഇന്ന് വൈകിട്ട് ഒരു മീറ്റിങ്ങിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് 1-2 കയറണമെന്ന് വിചാരിക്കുന്നു. ഉടുപ്പിട്ടുകൊണ്ട് വരണമെന്ന് ആരോടും ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല. കാര്യം ഉടുപ്പില്ലാതെ ഞാൻ പോകത്തില്ല. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ചെരുപ്പിട്ടുകൊണ്ട് വരുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം ചെരുപ്പില്ലാതെ പോവുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിവിടെ പ്രസൻറ്റേഷൻ ഉണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ എന്നാ പ്രസൻറ്റേഷനാണെന്ന് ആരോടും പറഞ്ഞില്ല. സ്റ്റാൻലിയോടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ ഇന്ന് പ്രസൻറ്റേഷൻ ഉണ്ടെന്ന്. അത് ഈ പവർ പോയിൻ്റാണ്, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ. അത് എന്നതാണെന്ന് എടുത്തു പറഞ്ഞില്ല. പക്ഷെങ്കിൽ സ്റ്റാൻലിക്ക് അറിയാം ഇതാണ് ഇപ്പം കാണിക്കുന്ന പതിവ്. ഇതുപോലെ പതിവനുസരിച്ച് രാജകുമാരിയെ കൊണ്ടുപോകുമ്പോൾ കൂടെ നടക്കുന്ന തോഴിമാരായ കന്യകമാരെയും കൊണ്ടുപോകും. അവർ ഒരുമിച്ച് പോകും. ഈ കൂട്ടത്തിൽ യെരുശലേമിൽ നിന്ന്, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു 144,000 പേരുണ്ടായിരിക്കും. നമ്മെ കൊണ്ടുവന്ന് ഒരു നാരോ ഗേറ്റിൻ്റെ മുമ്പിലോട്ട് നിർത്തും. ഇതാണ് ഇമ്പോർട്ടൻ്റ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവും, അതിലൂടെ കടക്കുന്നവർ ചുരുക്കവും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവും, അതിൽ കിടക്കുന്നവർ ചുരുക്കവും. വലത്തുവശത്ത് കഴിഞ്ഞ ആഴ്ച കാണിക്കാൻ ഒരു പടം കൂടെ ചേർത്തിട്ടുണ്ട്. വിശാലമായ ഒരു വാതിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരവും, അതിലൂടെ കടക്കുന്നവർ അനേകരുമാണ്. അങ്ങനെ വലിയ വേർപാടൊന്നും നോക്കണ്ട കേട്ടോ. തലമുടി നാര് വണ്ണത്തിൽ വചനം വലിച്ചു കീറിയതിനകത്തെ തന്നെ നോക്കേണ്ട കാര്യമില്ല മോനെ. നമുക്കല്പം വിശാലത നടക്കാം. ഇവിടെ മോനെ പോടാതിനെ വിശാലമായൊരു വാതിലുണ്ട്. എൻ്റെ ചോദ്യം ഇന്ന്, നാം ഇടുക്ക് വാതിൽ തിരഞ്ഞെടുക്കുമോ വിശാലമായ വാതിൽ തിരഞ്ഞെടുക്കുമോ? ദൈവമേ, ഇടുക്ക് വാതിൽ തിരഞ്ഞെടുക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം അർപ്പിക്കുന്നു. വഴിയിടുക്കവും വാതിൽ വഴിഞ്ഞെരുക്കവും വാതിൽ ഇടുക്കവുമാണ്. അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. ആ ചുരുക്കത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ ചോദിക്കാം. ഞാൻ അല്പം കൂടെ മുന്നോട്ട് വന്നോട്ടെ. ഈ വാതിലിലൂടെ അകത്ത് കടന്നാൽ ഒന്ന് ഉയർപ്പ്. ഉയർപ്പിനകത്ത് അശുദ്ധനില്ല, അക്കാര്യം മറക്കരുത്. അശുദ്ധനില്ല. മണവാട്ടി സഭയുടെ ശുശ്രൂഷകന്മാരാണ് സ്വർഗത്തിലുള്ളത്. ഞാൻ അങ്ങോട്ട് വരാം. മണവാട്ടി സഭയുടെ ശുശ്രൂഷകന്മാരും കൂടെ ചേർന്നാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അശുദ്ധന്മാരെടുക്കത്തില്ല. അശുദ്ധൻ വരേണ്ടത് അടുത്ത 1000 വർഷം കഴിഞ്ഞാൽ. ആ 1000 വർഷത്തേക്ക് അശുദ്ധൻ എഴുന്നേക്കത്തില്ല. വിശുദ്ധന്മാരാണ് പോകുന്നത്. അവർ ഇടുക്കുവാതിൽ രണ്ടാമതായി നേരിടും. ഉയർപ്പിൽ ഒന്നാമത്തെ വേർപാട്, ഇടുക്കുവാതിൽ രണ്ടാമത്തെ വേർപാട്. അതിനപ്പുറത്തോട്ട് കയറിയാൽ 3 കോടതികളുടെ മുമ്പിൽ ദൈവജനം നിൽക്കേണ്ടതായി വരും. അതിൽ ഒരെണ്ണം എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. ഒരു കോടതിയിൽ 3 വ്യത്യസ്ത കോടതികളുണ്ട്. 3 വിഭാഗക്കാരവിടെ നിൽക്കും. ഒന്നാമത്തെ കോടതി ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് അതിനെ വിളിക്കും. 3 കോടതികൾ ഞാനിവിടെ എടുത്തു കാണിച്ചു. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് ഒന്നാമത്തേതിനെ വിളിക്കുന്നു. അവിടെ വെച്ച് പ്രതിഫലങ്ങൾ കൊടുക്കുവാൻ, മാന്യതകൾ കൽപ്പിക്കുവാൻ, വ്യത്യസ്ത കിരീടങ്ങൾ അണിയിക്കുവാൻ ദൈവം തൻ്റെ സഭയെ ആശ്ലേഷിക്കുന്ന രംഗമാണ്. ഭൂമിയിൽ മുള്ളുകളുടെ ഇടയിലെ താമര പോലെ താമസിച്ച് ഏറിയ പ്രതിസന്ധികളെ നേരിട്ട് ഭൂമിയിൽ കഷ്ടങ്ങളുടെ നടുവിലൂടെ കയറി വന്ന തൻ്റെ സഭയെ തൻ്റെ ഒപ്പമിരുത്തി തൃക്കരങ്ങളാൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ദൈവം അവർക്ക് ആവശ്യമുള്ള പ്രതിഫലങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളതിന് മാന്യമായ പ്രതിഫലങ്ങൾ കൊടുത്ത് മാനിക്കുന്ന കോടതിയാണ് ബേമ എന്ന് വിളിക്കുന്ന BMA. ബേമ കോർട്ട് എന്ന് വിളിക്കുന്ന അതിനെയാണ്. ഗ്രീക്കാണ് പദം. സ്പെല്ലിംഗ് അങ്ങനെ കറക്റ്റ് എനിക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് ബേമ എന്നാണ്. ആ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കും. ആ കോടതിയാണ് സ്ഥാനനിർണയം നടത്തുന്നത്. ഇവൻ ഇത്ര മാർക്കിന് യോഗ്യനാണ്, ഇവൾ ഇത്ര മാർക്കിന് യോഗ്യ. തോറ്റതൊന്നും അവിടെ ഇല്ല, തോറ്റതൊന്നും അവിടെ ഇല്ല. ജയിച്ചത് മാത്രമേ അവിടെ ഉള്ളൂ. ഇത്ര മാർക്കിന് യോഗ്യനാണ്, ഇത്ര മാർക്കിന് യോഗ്യമാണ്. രണ്ടാമത്തെ കോടതി യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങി വന്ന ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന കോടതിയാണ്. മൂന്നാമത്തേത് അന്തിമ കോടതിയാണ്. അത് രണ്ട് ഇപ്പം തൊടുന്നില്ല. ഈ ആദ്യത്തേത് ഒരെണ്ണം ഒന്ന് എടുക്കട്ടെ. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. തൽക്കാലം ആ വിശാലമായ വാതിൽ അവിടെ ഇരിക്കട്ടെ. അതൊരു 1000 ആണ്ട് കഴിഞ്ഞേ യൂസിൽ വരത്തുള്ളൂ. മാലിന്യമില്ലാത്ത മണവാട്ടിയെ തനിക്ക് വേണ്ടി വേർതിരിക്കുവാൻ ബേമായുടെ മുമ്പിൽ ആദ്യത്തേത് തൻ്റെ മാലിന്യമില്ലാത്ത മണവാട്ടിയെ മാറ്റി നിർത്തി. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാതെ മണവാളന് വേണ്ടി അധ്വാനിച്ചോടിയ those who had been really eagerly waiting, പ്രത്യാശയോടെ അതുവരെ കാത്തു സൂക്ഷിച്ച, തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച, നിർമ്മലത കാത്തു സൂക്ഷിച്ച, കന്യകത്വം കാത്തു സൂക്ഷിച്ച
കഴിഞ്ഞ ദിവസം ഞാൻ ഈ VVIP വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ babylonb.com അവരുടെ ആ 1-2 വെബ്സൈറ്റുകൾക്കകത്ത് നടന്ന ഇൻ്റർവ്യൂസ് കണ്ടു. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞ, കറക്റ്റ് പേര് പറയാൻ എനിക്കറിയാൻ വയ്യ, പക്ഷേ അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവളോട് ചോദിച്ചു, യേശു മടങ്ങി വരുമെന്ന് വിശ്വാസമുണ്ട്? അവൾ പറഞ്ഞു, ഉണ്ട്. എൻ്റെ അപ്പൻ ഒരു ഡീക്കനായിരുന്നു, എനിക്ക് യേശുവിനെക്കുറിച്ച് അറിയാം, യേശു മടങ്ങി വരുമെന്ന് വിശ്വാസമുണ്ട്. ചോദിച്ചു, നീ 10 കൽപ്പനയെങ്കിലും പ്രമാണിക്കുമോ? നീ ശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്ന ആളാണല്ലോ, നീ 10 കൽപ്പനയെങ്കിലും പ്രമാണിക്കുക. അവൾ പറഞ്ഞു, 10 കൽപ്പന ഇന്നിപ്പം വേണ്ടല്ലോ. 10 കൽപ്പന പ്രമാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് മുന്നമേ പുരുഷനുമായി ബന്ധപ്പെടരുതെന്നുണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. 10 കൽപ്പനയൊന്നും ഞാൻ അനുസരിക്കത്തില്ല. കൃപ വിശാലവാതിൽ, കൃപ, ഏത് ദോഷവും ചെയ്യാം, കൃപ വിശാലവാതിൽ. അങ്ങനെ ലോകത്തോടുകൂടെ മാലിന്യപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. ബേമായുടെ മുമ്പിൽ മാലിന്യപ്പെട്ടതിനെ മാറ്റി നിർത്തി അവനവൻ്റെ പ്രവൃത്തികൾ ശോധന ചെയ്യാൻ തീയോട് ശോധന ചെയ്യും. കേവലം ഷോയായിരുന്നോ, ഹൃദയത്തിൻ്റെ അടിത്തട്ടി നിന്നായിരുന്നോ? മാലിന്യമില്ലാത്ത മണവാട്ടിയെ തനിക്ക് വേണ്ടി വേർതിരിക്കും. നമ്പർ 1 ബേമായുടെ കോടതിയുടെ മുമ്പിൽ. അതുവരെ ഉയർത്തെഴുന്നേറ്റവർ ഒരുമിച്ചാണ് ചെല്ലുന്നത്. അവിടെ വെച്ചവരെ വേർതിരിക്കും. ഷീ ഈസ് ദ ബ്രൈഡ് സീൽഡ് ഓൺ ദ ഫോർഹെഡ്. വെളിപ്പാട് പുസ്തകം 7:5-9 വരെ, എഫേസ്യ ലേഖനം 4:30, 2 കൊരിന്ത്യർ 1:22 ഈ വാക്യങ്ങളൊക്കെ നോക്കിയാൽ അവളുടെ നെറ്റിമേൽ ദൈവത്തിൻ്റെ വകയെന്ന് ഒരു പേര് കുത്തി, നെറ്റിമേൽ തിരുനാമം രേഖപ്പെടുത്തി. സാത്താൻ ഇവിടെ ശരീരത്ത് മുഴുവനും മുദ്രയിട്ട് അവിടെയും ഇവിടെ മുദ്ര കുത്തി വൃത്തികേടാക്കി വിടുന്ന, അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം സീൽ ചെയ്ത് ചിലതുണ്ട്. ഇന്ന് പകല സീലിംഗ് ഉള്ളവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അവൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൾ. തുടർന്ന് കല്യാണ വിരുന്നായി. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ യേശു രാജ്യത്വം കാണാം. ഇന്ന് യേശു രാജ്യത്വം ഏറ്റിട്ടില്ല. താൻ രാജ്യത്വം ഏൽക്കേണ്ടതിന് വേണ്ടി വിധിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രഭുവാണ്. മനുഷ്യന് വേണ്ടി മരിച്ചു മനുഷ്യനെ വീണ്ടെടുത്തവനാണ്. പക്ഷെങ്കിൽ തൻ്റെ രാജ്യത്വം താൻ ഏറ്റെടുക്കുന്നത് 19-ാം അധ്യായത്തിലാണ്. ആ 19-ാം അധ്യായത്തിൽ യേശു തൻ്റെ രാജ്യത്വം ഏറ്റെടുത്ത ശേഷം ആദ്യം ചെയ്യുന്നത് തൻ്റെ വധുവിനെ വിവാഹം കഴിക്കുകയാണ്. ഒരു നാളും പിരിയുകയില്ല എന്ന് അന്നവർ തമ്മിലൊരു ഉടമ്പടി. ഇവിടെ വെച്ച് യേശു പറഞ്ഞ, നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തു, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകളുമായി സഞ്ചരിച്ചു. ഞാൻ പോകുകയാണ്, എൻ്റെ പിതാവിൻ്റെ അടുക്ക പോകുകയാണ്. തൽക്കാലം നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തോ, ഞാൻ മടങ്ങി വരും. 2 ദൂതന്മാർ ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ട ഈ യേശു മടങ്ങി വരും നിങ്ങളെ ചേർക്കുവാൻ. അതുവരെ നിങ്ങളുടെ കൂടെ കാണത്തില്ല, ആത്മാവ് നിങ്ങളെ നടത്തും. യേശു പറഞ്ഞ, എൻ്റെ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ തരാം. അത് 1 നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും. 2 നിങ്ങളുടെ കൂടെ എൻ്റെ ആത്മാവിനെ തരാം. അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സകല സത്യത്തിലും വഴി നടത്തും. 3 എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലിറങ്ങി വരും, നിങ്ങളെ കൊണ്ട് അത്ഭുത കാര്യങ്ങൾ ചെയ്യിക്കും. 4 നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നിങ്ങളെ തിരികെ ഉയർപ്പിക്കും, എൻ്റെ അടുക്കൽ തിരിച്ചു കൊണ്ടുവരും. ആ മധ്യാകാശത്തിൽ എത്തിയ സഭയുടെ അടുക്കലേക്ക് യേശു ഇറങ്ങി വന്നു. അവിടെ വെച്ച് തൻ്റെ കല്യാണം നടന്നു. ഒരു കല്യാണ വിരുന്ന്. കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഒരുപാട് പേരുടെ കൂട്ടത്തിൽ 3-ാമത്തെ വേർപാട് തൊടുക. 1 മരണത്തിൽ വേർപാട്, ഉയർപ്പിൽ വേർപാട്. 2 1-ാമത്തെ സിലക്ഷനിൽ മണവാട്ടി മാറി. ഇടുക്കുവാതിലിൻ്റെ വേർപാട്. 3 1-ാമത്തെ സിലക്ഷനിൽ മണവാട്ടി മാറി. 4-ാമത്തെ വേർപാട് കല്യാണ സദ്യക്ക് ഇരിക്കുന്നവരുടെ ഇടയിൽ കല്യാണ വസ്ത്രം ഇല്ലാത്തവരും കൂട്ടത്തിൽ വന്നിരിക്കും. അവരുവരെയും, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ തെരുക്കളിൽ പഠിപ്പിച്ചു. കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല, ഗെറ്റ് ലോസ്റ്റ്, പോകാം. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഏതാണ്ട് 30ഓളം വർഷങ്ങൾക്ക് പുറകിൽ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് പറഞ്ഞ ഒരു മെസ്സേജിൻ്റെ ഒരു ഭാഗം സമയം കഴിഞ്ഞാന്നേലും പറയട്ടെ, സമയം കഴിയാൻ തുടങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുക, ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. സഭാ ശുശ്രൂഷകന്മാർ ഒരുപാട് പേരന്ന് അവിടെ വരും. ഞങ്ങളെ മണവാട്ടിയായി തിരഞ്ഞെടുത്തില്ല, പോയി. സഭാജനങ്ങളെ വഴക്ക് പറഞ്ഞു.
ദശാംശം പ്രതീക്ഷിച്ചും എവറസ്റ്റിനെ കുറിച്ച് അത് പറയത്തില്ല. ദാനങ്ങൾ ആഗ്രഹിച്ചും പട്ടിണിക്കാരൻ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പറ്റിപ്പോയി. അതുകൊണ്ട് മണവാട്ടി സഭയിൽ സ്ഥാനം കിട്ടത്തില്ല. ആട്ടെ, വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെങ്കിലും ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നു. കർത്താവ് ഓരോരുത്തൻ്റെ പ്രവൃത്തി ശോധന ചെയ്യാൻ എടുത്തു. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പറയുക, അന്ന് വീഡിയോഗ്രാഫേഴ്സ് ഒരുപാട് പേര് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞു, പേര് പറഞ്ഞതാണ് ഇന്നാരും റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇങ്ങോട്ട് കൊണ്ടുപോടാന്ന് പറഞ്ഞു. പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഉടനെ പറഞ്ഞു, കർത്താവേ അതല്ല, ഞാൻ ന്യൂയോർക്കിൽ പ്രസംഗിക്കുന്ന വീഡിയോ വേണം. അന്ന് ആളുകൾ എന്തോ ഭയങ്കരമായിട്ട് ആത്മാവിലായി എന്നറിയാം. ആ വീഡിയോ ഇന്നിട്ടിട്ട് പറഞ്ഞു, മിണ്ടാ അവിടെ നില്ലടാ, നീ കണ്ട ബോംബെയിലെ ചുമന്ന തെരുവിലൂടെ ഒന്ന് കയറി ഇറങ്ങിയല്ലോടാ, ആ വീഡിയോ ഇങ്ങോട്ട് വരണ്ടേ. അയ്യോ അതെല്ലാം കൃപയാ, കാണില്ല വീഡിയോ. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. അടുത്ത് നിന്ന് ദൂതന്മാരോട് പറഞ്ഞ് കെട്ടവൻ്റെ കയ്യും കാലും. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അന്നത്തെ വിശദീകരണമാണ്. എൻ്റെ കയ്യും കാലും കെട്ടുവാൻ ദൂതൻ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, എൻ്റെ പൊന്നു ദൂതന്മാരല്ലേ, ഇനി എല്ലാവരുടെയും നടുക്കിട്ട് കെട്ടാതെ, എൻ്റെ പ്രസംഗം കേട്ടവരുടെയും എന്നെപ്പോലെ ശുശ്രൂഷിച്ചവരുടെയും നടുക്കിട്ട് എന്നെ കെട്ടാതെ അങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കെട്ടെ. അപ്പോഴാ ദൂതന്മാർ പറയുന്നൊരു മറുപടി ഉണ്ടെടാ, നശിച്ചവനെ, സാധാരണ പാപികൾ തന്നെത്താനെ പോയി നിത്യാഗ്നിയിൽ ചാടിക്കോളുമായിരുന്നു. നാറുന്ന നിന്നെ ഞങ്ങളിപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് പോകണം, അതിൻ്റെ കൂടെ മാറ്റിയിട്ട് കെട്ടാനോ? കിടക്കട വലിച്ചു മുറുക്കി കെട്ടി എടുത്ത് എരിയുന്ന തീപ്പൊയ്കയിൽ തള്ളും. കല്യാണ വസ്ത്രമില്ലാതെ വരുന്നവനെ അവിടെ നിന്ന് തള്ളുമെന്ന് മറക്കരുത്. എന്നുവരെ നമ്മൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. മരണം വരെ. ഇതിലൊരു പ്രത്യേക സാഹചര്യത്തിൽ, പരസ്യമായി പറയേണ്ട കാര്യമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിന്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. പാസ്റ്റർ കെ സി ജോൺ ഒരിക്കലൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, നിനക്കവനെ വിശ്വസിക്കണമെങ്കിൽ, അവൻ്റെ വാക്ക് വിശ്വസിക്കണമെങ്കിൽ അവൻ ചത്ത് 2 മണിക്കൂർ കഴിഞ്ഞേ വിശ്വസിക്കാം. അതുവരെ അവൻ വാക്ക് മാറിക്കളയും. അവൻ ചത്ത് 2 മണിക്കൂർ കഴിയുന്നവരെ വിശ്വസിക്കരുത്. അവൻ വല്ല പണിയും കാണിക്കും. എപ്പോൾ വരെ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. അത് കെ സി ജോണിൻ്റെ ഭാഷ അലങ്കാര ഭാഷയാണ്. എൻ്റെ ഭാഷ മരണം വരെ. കർത്താവേ, ഇന്നുവരെ കൃപയാൽ നിർത്തി എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ കൃപ തരണമേ. ബേമായുടെ കോടതിയുടെ മുമ്പിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ 5:10, എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാണ്. റോമർ 14:10, ജഡ്ജ്മെൻറ്റ് സീറ്റിൽ ഇരിക്കുന്നത് ക്രിസ്തുവാണ്. ആൻഡ് ദ ബ്രൈഡ് ഈസ് വിത്ത് ഹിം, മണവാട്ടി തൻ്റെ കൂടെ ഉണ്ട്. ജഡ്ജ്മെൻറ്റ് സീറ്റിൻ്റെ മുൻപിലിരിക്കും. 1 കൊരിന്ത്യർ 3:8, അക്കോർഡിംഗ് ടു ദ ലേബർ, ഇത് തൊട്ടേ ചെന്നിർത്തിയേക്കാം, അക്കോർഡിംഗ് ടു ദ ലേബർ, ചെയ്തതിനൊത്തവണ്ണം. ചിലർ എൻട്രി ലെവലിൽ നിന്ന് പോയവരുണ്ട്, അല്ലേ? എൻട്രി ലെവലിൽ നിന്ന് പോയവരുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഫോൺ കേടായിപ്പോയി. വില കുറഞ്ഞ രണ്ടാമതൊരു ഫോൺ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. വില കുറഞ്ഞ രണ്ടാമതൊരു ഫോൺ ഞാൻ വാങ്ങിച്ചു. ആദ്യത്തെ ഫോണിലുണ്ടായിരുന്ന പല ഫെസിലിറ്റികളും രണ്ടാമത് വാങ്ങിച്ച ഫോണിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കമ്പനി ഒന്നാ, പഴയതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മുടെ മീഡിയ സെക്ഷനിലിരുന്ന് എനിക്ക് തോന്നുന്നത് വസന്താന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, ഞങ്ങളെ അതൊരു ബേസിക് മോഡലാണ് ഇപ്പോൾ അങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. മറ്റേതൊരു ഡെവലപ്പ് മോഡലായിരുന്നു. ഇപ്പോൾ അങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ബേസിക് മോഡലാണ്. അതിൽ ഇത്രേ ഉള്ളൂ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, വെള്ളത്തിൽ സ്നാനപ്പെട്ടു, ചില്ലറ വേർപാടും പാലിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, എല്ലാ ആഴ്ചയിലും പള്ളിയിലും പോയി. ആ ബേസിക് മോഡലാണ്. അതിൻ്റെ പ്രതിഫലം വേറെ. ഫസ്റ്റ് ലെവലിലേക്ക് ഉയർന്നവരുണ്ട്, സെക്കൻഡ് ലെവലിലേക്ക് ഉയർന്നവരുണ്ട്, തേർഡ് ലെവലിലേക്ക് ഉയർന്നവരുണ്ട്. ഇന്ന് പകൽ നമ്മുടെ ലെവൽ ഏതായിരിക്കും എന്ന് സ്വയം ആലോചിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ എന്നോട് തന്നെ ചോദിക്കും, വർഗീസേ, കഴിഞ്ഞ 1 കൊല്ലം ജീവിച്ചിരുന്നിട്ട് നീ എന്ത് സാധിച്ചടാ? ഞാൻ എൻ്റെ ഭാഷയിൽ എന്നോട് തന്നെ പറയുകയാണ്, നീ ഒരു പക്ഷെങ്കിൽ 1 ചാക്ക് അരിയുടെ ചോറുണ്ട് കാണും, ഇത്ര കിലോ ഇറച്ചി തിന്ന് കാണും, ഇത്ര കിലോ മീൻ തിന്ന് കാണും. ഇതിനപ്പുറത്ത് നീ എന്ത് ചെയ്തു? മനുഷ്യവർഗത്തിന് പ്രയോജനമുള്ളത്, സഭയ്ക്ക് പ്രയോജനമുള്ളത്. 100 പ്രസംഗം പറഞ്ഞെന്നോ, അതുകൊണ്ട് ആരും മനസ്സാന്തരപ്പെട്ടു? അതുകൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായി? ആർക്ക് പാപബോധം, കുറ്റബോധം ഉണ്ടാകുവാൻ നീ എന്ത് ചെയ്തു? നിൻ്റെ ബേസിക് ലെവലൊന്ന് വിടാമോ? ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഉയരങ്ങളിലേക്ക് ഉയരുവാൻ. എത്ര ഉയർന്നാലും അന്തമില്ല. ആകാശത്തിന് അറുതിയില്ലാത്തതുപോലെ, അറുതിയില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, നമുക്കാർക്കും കണ്ടുപിടിക്കാനുള്ള അറുതി അതിനില്ല.
അതുപോലെ ഉയരത്തിൽ 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 ഉയരുവാൻ ഇന്ന് പകൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ദൈവ പൈതലേ, പ്രൈസ് ദ ലോർഡ്. ഞാൻ രാവിലെ ഒരു കാഴ്ച കണ്ടു. ഞാൻ സുനിലിനോടാന്ന് തോന്നുന്നു പറഞ്ഞിടാൻ മോനെ ഞാനൊരു കാഴ്ച കണ്ടു. എനിക്ക് എൻ്റെ മീനിങ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ എൻ്റെ മീനിങ് കൂടെ കിട്ടിയതിനായി സ്തോത്രം. ഇന്നത്തെ സഭായോഗം പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴാണ് ക്രിസ്റ്റൽ ക്ലിയറായ ശുദ്ധജലം ഒരു കിണറിനകത്തോട്ട് വീഴുക. വലിപ്പമുള്ള മാന്യമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറിനകത്തോട്ട് വെള്ളം വന്ന് വീഴുക. സാധാരണ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുക, ഇതിനകത്തോട്ട് വെള്ളം വന്ന് വീഴുക. ക്ലീൻ വാട്ടർ, ഹെവി ഫ്ലോ. പക്ഷെ നിറയുന്നതായിട്ട് കാണുന്നില്ല, ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അവനോട് ഞാൻ പറഞ്ഞു, മോനെ എനിക്കതിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല, നിറയുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് അറിയാമായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണും. കാര്യം ഞാൻ ഈ ലോകത്തിലല്ലായിരുന്നു. എൽസ്വെയർ, ഒരു വെളിപ്പാടിന് മുമ്പിലായിരുന്നു ഞാൻ. എൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണാം. ഈ കുഴി നിറയുന്നില്ല. ഇപ്പം ദൈവാത്മാവിനോട് ഇടപെടുകയാണ്. ദർ ഇസ് നോ എൻഡ്. ആഴങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവർ, ഉയരത്തിൻ്റെ ഉയരത്തിലേക്ക് കയറുന്നവർ. ലെവൽ 1 2 3 4 5, മോഡിഫിക്കേഷൻ 1 2 3 4 5 കിളന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ അടുത്ത കിളർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുക. ലെറ്റ് മീ ഗോ ടു നെക്സ്റ്റ് ലെവൽ. ദാനിയേലിൻ്റെ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ചിലർക്ക് നിത്യജീവൻ, ചിലർക്ക് നിത്യനിന്ദ, ചിലർ നിത്യ മാന്യതയ്ക്കായും ചിലർ നിത്യ നിന്ദയ്ക്കായും ഉയർത്തെഴുന്നേൽക്കും. നരകത്തിൽ പോകുന്നല്ല പറഞ്ഞത്, നരകത്തിൽ പോകുന്നല്ല പറഞ്ഞത്. ഞങ്ങളിവിടെ കർത്താവിൻ്റെ ദാസന്മാർ 8-10 പേര് മുൻപിലത്തെ സീറ്റിലുണ്ട്. നിങ്ങളുടെ നടുവിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിച്ച് പുറകോട്ട് മാറിയിടാന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം മുമ്പിൽ എനിക്കൊരു നാണക്കേടാ. ചിലർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന നരകത്തിൽ പോകുന്നല്ല, സ്വർഗത്തിൽ പോകുന്നവരുടെ കാര്യമാണ്. നിത്യനിന്ദയ്ക്കായി എഴുന്നേറ്റ് വരും. ചിലർ നിത്യലജ്ജയ്ക്കായി എഴുന്നേറ്റ് വരും. ദൈവമേ എനിക്കത് വരരുത്. ചിലർ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കും, ചിലർ ആകാശത്തിലെ വെളിച്ചം പോലെ ഇരിക്കും. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 16:27 അക്കോർഡിംഗ് ടു ഹിസ് വർക്ക്, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം. വെളിപ്പാട് പുസ്തകം 22:12 അക്കോർഡിംഗ് ടു ഹിസ് വർക്ക് ഇറ്റ് ഷാൽ ബി, ഞാൻ എന്ത് ചെയ്തോ അതിനനുസരിച്ചായിരിക്കും. മത്തായിയുടെ സുവിശേഷം 16 പറയുന്നതിന് വേറൊരർത്ഥമുണ്ട്, ലഭിച്ചതിന് തക്കവണ്ണം പ്രവർത്തിച്ചെന്ന്. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടി, 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ നേടി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അതൊന്നുമല്ല, നീ ആകെ എന്ത് ചെയ്തു അതിന് തക്കവണ്ണം. ദാനിയേൽ 12:13 സ്റ്റാൻഡ് ബൈ ഇൻ ദൈ ലോട്ട്, നിന്റെ നിരയിൽ നീയും കയറി വരും ദാനിയേലേ. ദാനിയേലിൻ്റെ സമയം തീരുക മെമ്മറീസിൻ്റെ അല്ല, നിങ്ങളുടെ ആരുടെയും അല്ല. കർത്താവ് കൃപ ചെയ്യട്ടെ, നമ്മുടെ സമയം തുടരട്ടെ. ദാനിയേലേ പൊയ്ക്കൂ, ലാസ്റ്റ് ഫെയർവെല. ദാനിയേലേ പൊയ്ക്കൂ, ഈ കാലം അവസാനിക്കും, നീ അവസാനിക്കത്തില്ല. കാലാവസാനത്തെങ്കിൽ നിന്റെ സ്ഥാനത്ത് നിൽപ്പാൻ, യു ഷാൽ സ്റ്റാൻഡ് ഇൻ യുവർ ലോട്ട്. നിന്റെ സ്ഥാനത്തിനൊത്തവണ്ണം നീ ദാനിയേലായിരുന്നു. എൻ്റെ മുൻപാകെ ഒരുപാട് വൻകാര്യങ്ങൾ ചെയ്തു. രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ സിംഹത്തിൻ്റെ വായടച്ചു. നല്ല കാര്യം, നിനക്കൊരു ലെവലുണ്ട്. കം അപ്പ് ടു ദാറ്റ് ലെവൽ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഞാനും നിങ്ങളും ഒരുമിച്ച് ന്യായവിധിയുടെ മുമ്പിൽ ദാനിയേലിനെ ഫേസ് ചെയ്യും, പത്രോസിനെ ഫേസ് ചെയ്യും, പൗലോസിനെ ഫേസ് ചെയ്യും. അവരെക്കാൾ മുൻപിലേക്ക് പോകുവാൻ എനിക്ക് നിങ്ങൾക്കും അവസരമുണ്ട്. ഇന്ന് പകൽക്കാലം വിശുദ്ധിയെ തികയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഒരുങ്ങാം. അങ്ങനെ മാനിക്കപ്പെടുന്നവർക്ക് സമയം കഴിഞ്ഞുപോയി. അങ്ങനെ മാനിക്കപ്പെടുന്നവർക്ക് പ്രത്യേക മെഡലുകളും ട്രോഫിയും, മനസ്സിലാകുന്ന ഭാഷയാണ്, പ്രത്യേക മെഡലുകളും ട്രോഫിയും ലഭിക്കും. ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത ട്രോഫി ലഭിച്ചവർക്കായി സ്തോത്രം. ചിലതിനെ കർത്താവ് കിരീടങ്ങൾ അണിയിക്കും. കിരീടമില്ലാത്തതിനേക്കാൾ കിരീടമുള്ളത് നല്ലതാണ്. ഞാനിവിടെ നിർത്തട്ടെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. കർത്താവേ, നിത്യതയുടെ ഉയർപ്പിന് വേണ്ടി ഇടുക്കുവാതിലിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഉയർപ്പിൽ ഞാൻ വിശുദ്ധന്മാരോട് ഉയർത്തെഴുന്നേൽക്കുമോ? കർത്താവേ, ഇടുക്കുവാതിലിൽ അകത്ത് കിടക്കുമോ? അരുതാത്തതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇടുക്കുവാതിലൂടെ പോകത്തില്ലല്ലോ. എനിക്ക് വിശാലമായ വാതിൽ വേണ്ട കർത്താവേ, അത് നാശത്തിലേക്ക് പോകുന്നതാണെന്ന് അങ്ങ് പറഞ്ഞു. ലോകത്തിൽ ഫോൾസ് ഡോക്ട്രിൻസ്, അശുദ്ധ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ ധാരാളമുണ്ട്. കൃപയാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പാപം ചെയ്യിക്കുന്നവരുണ്ട്. അവിടേക്ക് പോകാതെ ആ ഇടുക്കുവാതിലൂടെ കയറുവാൻ അടിയന് കൃപ തരണമേ. പ്രോപ്പർ അടിസ്ഥാനത്തിന്മേൽ പണി ചെയ്യുവാൻ അങ്ങ് കൃപ തരണേ.
വചനമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പണി ചെയ്യുന്നു എന്ന് പറയാം. അങ്ങയുടെ മണവാട്ടി സഭയുടെ ഭാഗമാകുവാൻ